السلام عليكم ورحمة الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة. بسم الله عليك توكلنا وإليك أنبنا وإليك المصير. ولا حول ولا قوة إلا بالله العلي العظيم. ولا حول ولا قوة إلا بالله العلي العظيم. ولا حول ولا قوة إلا بالله العلي العظيم. സഹോദരങ്ങളെ, തൗഹീദിലെ പാരമ്പര്യം എന്നതാണ് വിഷയം. നമുക്കിങ്ങനെ മെല്ലെ ആലോചിച്ചു തുടങ്ങാം. ലോകത്തെ എല്ലാ കാര്യവും ഒന്നുമായി ബന്ധപ്പെട്ടതാണ്. അതും ഒരു തരം ശൃംഖല. ഈ ഒന്നിൽ അല്ലാഹു തആല കൊണ്ടുവരുന്നതായി അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ സാക്ഷിയായി മനസ്സിലാക്കാൻ കഴിയും. സൂറത്തുർ റൂമിന്റെ 30-ാമത്തെ ആയത്തിൽ അള്ളാഹു ഇങ്ങനെ പറയുന്നു: മനുഷ്യരെ അള്ളാഹു എല്ലാവരെയും ഒരേ പൈതൃകത്തിലാണ് പടച്ചിട്ടുള്ളത്. ഒരൊറ്റ പൈതൃകമാണ് മനുഷ്യർക്കുള്ളത്. എല്ലാവരുടെയും പൈതൃകം ഒന്നാ. സൂറത്ത് റൂമിന്റെ 30-ാമത്തെ വചനം: ഫഅഖിം വജ്ഹക ലിദ്ദീനി ഹനീഫ ഫിത്രത്തല്ലാഹി അല്ലതി ഫതറന്നാസ അലൈഹാ ലാ തബ്ദീല ലിഖൽഖില്ലാഹ് ദാലിക അദ്ദീനുൽ ഖയ്യിം വലാകിന്ന അക്സറന്നാസി ലാ യഅലം. അല്ലാഹു പറയും, ഫഅഖിം വജ്ഹക ലിദ്ദീൻ, നീ നിന്റെ മുഖത്തെ ദീനിലേക്ക് തന്നെ തിരിച്ചു നിർത്തണം. ഹനീഫൻ, വളരെ ഋജുവായി. അതായത് ഫിത്രത്തല്ലാഹി അല്ലതി ഫതറന്നാസ അലൈഹ, ഏതൊരു ഫിത്രത്തിന്റെ മേലാണോ അള്ളാഹു മനുഷ്യനെ പടച്ചിട്ടുള്ളത് ആ ഫിത്രത്തിന്റെ മേൽ. എല്ലാ മനുഷ്യരുടെയും ശൈലി ഒന്നാണ്. എല്ലാവരും ബാപ്പയുടെ ശൈലി ഏതാണോ ആ ശൈലിയിലാണ് അള്ളാഹു മകനെ പടച്ചത്. വവാലിദിൻ വമാ വലദ്, എല്ലാം ഒന്നാണ്. വനഫ്സിൻ വമാ സവ്വാഹ എന്ന് വേറൊരായത്തിൽ കാണാം: യാ അയ്യുഹൽ ഇൻസാനു മാ ഗറക ബിറബ്ബിക്കൽ കരീം അല്ലദീ ഖലഖക ഫസവ്വാക. എല്ലാവരെയും ഒരേ ശൈലിയിൽ, ഒരൊറ്റ പൈതൃകത്തിൽ, എല്ലാം ഒരു ബെൽറ്റാ. ആലമുൽ അർവാഹിൽ നിന്ന് തുടങ്ങിയിട്ട് ആലമുൽ ആഖിറയിലേക്ക് വരെ ഒരൊറ്റ ബെൽറ്റാണ് ഈ ലോകം എന്ന് മനസ്സിലാവും. ആ ബെൽറ്റിൽ നിന്ന് ആരെങ്കിലും മാറിപ്പോയാൽ അവൻ തകർന്നു പോകും, തരിപ്പണമാകും. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഫഅഖിം വജ്ഹക ലിദ്ദീനി ഹനീഫ ഫിത്രത്തല്ലാഹി അല്ലതി ഫതറന്നാസ അലൈഹാ ലാ തബ്ദീല ലിഖൽഖില്ലാഹ് ലാ തബ്ദീല ലിഖൽഖില്ലാഹ്. അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിന് അവനായി വ്യത്യാസം വരുത്തുകയില്ല. എല്ലാം ഒരൊറ്റ ശൈലി. എല്ലാവർക്കും ഒരു ശൈലിയാണ് ഉണ്ടാകേണ്ടത് അടിസ്ഥാനപരമായി എന്ന് ഈ ആയത്ത് പഠിപ്പിക്കുന്നു. അള്ളാഹു വ്യത്യസ്ത ശൈലിയിൽ പടക്കാറേ ഇല്ല. ലാ തബ്ദീല ലിഖൽഖില്ലാഹ് ഫഅഖിം വജ്ഹക ലിദ്ദീനി ഹനീഫൻ ഫിത്രത്തല്ലാഹി അല്ലതി ഫതറന്നാസ അലൈഹാ. ഉപോത്ബലകമായി സ്വഹീഹുൽ ബുഖാരിയുടെ ഒരു ഹദീസ് പറയാം: കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര ഫഅബവാഹു യുഹബ്ബിദാനിഹി ഔ യുനസ്സിറാനിഹി ഔ യുമജ്ജിസാനിഹി. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാവരുടെയും ഫിത്രത്ത് ഒന്നാണ്. ബാപ്പ എങ്ങനെ ജനിച്ചു അങ്ങനെ മോൻ ജനിക്കും. ബാപ്പ എങ്ങനെ ജനിച്ചു, ബാപ്പാന്റെ ബാപ്പ അങ്ങനെ ജനിച്ചിരിക്കും. ബാപ്പാന്റെ ബാപ്പ എങ്ങനെ ജനിച്ചിരിക്കുന്നു അങ്ങനെ അതിനു മുമ്പുള്ള ബാപ്പയും, അങ്ങനെ ജനിതക സ്മൃതിധാരകളുടെ കോടിക്കണക്കായ ബാപ്പമാർ അങ്ങനെ ജനിച്ചിരിക്കും. ഇത് ഇസ്ലാമിയത്തിന്റെ വളരെ പ്രസക്തമായ ഒരടിസ്ഥാനമായി നാം മനസ്സിലാക്കണം. എല്ലാവരും ഒന്നാണ്.
അതുകൊണ്ട് തന്നെ അടിസ്ഥാനപരമായി മനുഷ്യ സമുദായവും ഒന്നാണ്. കാനന്നാസു ഉമ്മത്തൻ വാഹിദ, ഒരു പൈതൃകം, ഒരു സമുദായം. കാനന്നാസു ഉമ്മത്തൻ വാഹിദ. സൂറത്തുൽ ബഖറ 213 ആയത്തിൽ അല്ലാഹു പറയും, കാനന്നാസു ഉമ്മത്തൻ വാഹിദ فبعث الله النبيين مبشرين ومنذرين وأنزل معهم الكتاب بالحق ليحكم بين الناس فيما اختلفوا فيه وما اختلف فيه إلا الذين أوتوه من بعد ما جاءتهم البينات بغيا بينهم فهدى الله الذين آمنوا لما اختلفوا فيه من الحق بإذنه والله يهدي من يشاء إلى صراط مستقيم. വളരെ ചിന്തിക്കണം. എല്ലാവരുടെയും ബെൽറ്റ് എല്ലാം ഒരൊറ്റ നിലവാരത്തിൽ അള്ളാഹു ജനിച്ചു. ഒരേ നിലവാരത്തിൽ ജനിച്ച മനുഷ്യർ ഒന്നായി തീരുക സ്വാഭാവികം. അങ്ങനെ കാനന്നാസു ഉമ്മത്തൻ വാഹിദ, എല്ലാ മനുഷ്യരും അടിസ്ഥാനപരമായി ഒന്നായിരുന്നു. പിന്നീട് അവർക്കിടയിൽ തനാസുകൾ വന്നു, മനുഷ്യർക്കിടയിൽ ഹസദുകൾ വന്നു. അത് കാരണം അവരെ വ്യത്യസ്തമായ ശൈലികളിലേക്ക് പോയി. അടിസ്ഥാനപരമായി മനുഷ്യന്റെ പൈതൃകം ഒന്നാണ്, അടിസ്ഥാനപരമായി മനുഷ്യന്റെ കുടുംബം ഒന്നാണ്. ഈ ആയത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് തഫ്സീറുൽ കബീറിൽ ഇമാം റാസി റളിയല്ലാഹു അൻഹു ഇങ്ങനെ രേഖപ്പെടുത്തും, ഇന്നന്നാസ കാനൂ ഉമ്മതൻ വാഹിദ ഖായിമതൻ അലൽ ഹഖ് ثم اختلفوا وما كان اختلافهم إلا سبب البغي والتحاسد والتنازع في طلب الدنيا فهذا هو الكلام. അടിസ്ഥാനപരമായി വളരെ ചിന്തിക്കണം. തൗഹീദിന് രണ്ട് ശാഖ ഇല്ല. തൗഹീദ് ഒരൊറ്റ അടിസ്ഥാനം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ആ ശൈലിയിലാണ് അല്ലാഹു മനുഷ്യനെ പടച്ചത്. മനുഷ്യൻ അടിസ്ഥാനപരമായി ഒന്നാണ്, മനുഷ്യ കുടുംബവും അടിസ്ഥാനപരമായി ഒന്നാണ്. വളരെ നിങ്ങൾ ബുദ്ധി കൊണ്ട് ആലോചിച്ച് കടന്നു വരണം. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ഒരടിസ്ഥാനമാണ് ഖുർആൻ അല്ലാഹു ഈ സൂചിപ്പിച്ചിട്ടുള്ളത്. എന്നിട്ട് ബഹുമാനപ്പെട്ട റാസി തങ്ങൾ പറയാം, എല്ലാവരും ഒന്നാ. കാരണം ഒരേ അടിസ്ഥാനത്തിൽ വളർന്നു വരുന്നവർ സ്വാഭാവികമായി ഒന്നായി തീരുകയാണല്ലോ വേണ്ടത്. ഇന്നന്നാസ കാനൂ ഉമ്മത്തൻ വാഹിദ ഖായിമ അലൽ ഹഖ്, സത്യത്തിന്റെ മേൽ നിലകൊണ്ട് മനുഷ്യൻ ഇങ്ങനെ വന്നു. പിന്നെ പിന്നെയാണ് അവരിൽ ബിദ്അത്തുകളും പക്ഷാന്തരങ്ങളും അഭിപ്രായക്കേടുകളും ഒക്കെ ഉണ്ടായത്. അടിസ്ഥാനപരമായ വൈജാത്യതകൾ പരിശോധിച്ചാൽ അവർക്കിടയിലുള്ള സാന്ദർഭികമായ കണ്ടുകൂടായ്മ, ഹസദും ആ ഹസദ് കാരണമായി ഉണ്ടായ സ്പർദ്ധ കാരണമായി ഉണ്ടായ തനാസും മാത്രമാണ് പിൽക്കാലത്ത് മനുഷ്യരെ മാറ്റിയത്. അടിസ്ഥാനപരമായി അസ്തിത്വം ഒന്നാണ്, മനുഷ്യ കുടുംബവും ഒന്നാണ്. വളരെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ഈ പറയുന്നത്. എന്നിട്ട് ഒരു നിലവാരത്തിലായിരുന്നു. ആ ഒന്നിൽ മനുഷ്യരങ്ങോട്ട് മാറിയപ്പോൾ അല്ലാഹ് അന്നൽ അംബിയാ അലൈഹിമുസ്സലാത്തു വസ്സലാം ഇന്നമാ ബുഇസു ഹീനൽ ഇഖ്തിലാഫി, മനുഷ്യർ വൈജാത്യപ്പെട്ടപ്പോൾ അവരെ വീണ്ടും തൊളിച്ച് ഒന്നാക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട അമ്പിയാക്കന്മാർ വന്നു. ഒന്നും കൂടി ഞാൻ പറയാം, വളരെ പ്രധാനപ്പെട്ട ഒരാശയാണ് ഈ പറയുന്നത്. നിങ്ങൾ ചിന്തിക്കണം. അള്ളാഹു നമുക്ക് നാഫിയായ ഇൽമിനെ തരട്ടെ. വളരെ ചിന്തിക്കണം. അള്ളാഹു നമുക്ക് കഴിവ് തന്നിട്ടുണ്ടല്ലോ, നമുക്കൊക്കെ ദിശണ തന്നിട്ടുണ്ടല്ലോ. അതുകൊണ്ട് നമ്മൾ പുതിയ പുതിയ വഴിക്ക്, പഴയ ആശയം തന്നെ പുതിയ വഴിക്കൊന്ന് ചിന്തിച്ചു നോക്കുക. ഇതൊക്കെ അടിസ്ഥാനപരമായി ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്. മനുഷ്യൻ നൈസർഗികമായി ഒന്നാണ്. ലോകത്തെ ഏറ്റവും വലിയ ഫിർഔനുൽ ജദീദ് എന്ന് പറയാവുന്ന ജോർജ് ബുഷ് പോലും അടിസ്ഥാനപരമായി ഫിത്രത്തിൽ ജനിച്ചവനാണ്. കാരണം ഒരു ചരടിലല്ലാതെ അള്ളാഹു പടക്കാറില്ല. അള്ളാഹു അവന്റെ സൃഷ്ടിപ്പിന് മാറ്റം വരുത്തുകയില്ല. അതൊരൊറ്റ ചരടിലാണ്. فأقم وجهك للدين حنيفا فطرة الله التي فطر الناس عليها لا تبديل لخلق الله. രണ്ട് ശൈലിയിൽ അള്ളാഹു പടക്കില്ല. അള്ളാഹു ഒറ്റ ശൈലിയിൽ പടക്കും. ഒറ്റ ശൈലിയിൽ പടക്കപ്പെട്ട ആഹാദുകൾ പബ്ലിക് സ്വാഭാവികമായും ഒന്നായി തീരണം. അങ്ങനെ അവർ ഒന്നായി. പക്ഷേ അവരെ ഖൽബിന്റെ ഇടയിൽ തഹാസുദ് വന്നു. അപ്പോൾ അവര് ബിദ്അത്തുകളും ശാഖകളുമായി മാറി. ശാഖകൾ ബിദ്അത്തുകളും സംഘങ്ങളുമായപ്പോൾ വീണ്ടും അവരെ ആ പഴയ
ചരടിലേക്ക്. ഏതുപോലെ ഇടയന്മാർ. ശ്രദ്ധിക്കുന്നുണ്ടോ നിങ്ങൾ? ശ്രദ്ധിക്കുന്നുണ്ടോ? അല്ലാഹു നാഫിയായി വളരെ ചിന്തിക്കണം. ഇത് കേവലം ഒരു വയറല്ലല്ലോ, ഒരു ക്ലാസ് ആണ്. വളരെ ഗൗരവത്തിൽ ഇതാലോചിക്കണം. മനുഷ്യർ ഏതുപോലെ ഒരു വഴിയിൽ പോകുന്ന ആടുകളെ മേക്കുന്ന ഇടയൻ, ഒരു വഴിയിൽ തന്നെ ആടുകൾ പോകുന്നു. ഇടയൻ അനിവാര്യമായ ഇടയന്റെ സ്പർശം, ആ ആടുകളുമായുള്ള ഇടയന്റെ സ്പർശവും ബന്ധവും ആ ആടുകൾ ഒരു വഴിയിൽ പോയാൽ നാം മനസ്സിലാക്കുന്നില്ല. പകരം ആ ആടുകൾ വിവിധങ്ങളായ ഭാഗങ്ങളിലേക്ക്, അനർഹമായ ഭാഗങ്ങളിലേക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ ഇടയൻ അനിവാര്യമായി വരുന്നു. അങ്ങനെ അല്ലാഹു തആല ഫബഅസല്ലാഹു നബിയ്യീന മുബശ്ശിരീന വമുൻദിരീന. വളരെ ചിന്തിക്കണം, വളരെ ചിന്തിക്കണം. ഒന്നായി പടച്ചു, ഒരു സമുദായമായി തീർന്നു. ഒന്ന്. പിന്നീട് മനുഷ്യർ വൈഭിന്യപ്പെട്ടു. അല്ലാഹു അപ്പോൾ പ്രവാചകന്മാരെ അയച്ചു. എന്തിന്? മുബശ്ശിരീന വമുൻദിരീന. മുബശ്ശിരീന വമുൻദിരീന. ഒന്നായി പോയാൽ ഉണ്ടാകുന്ന നേട്ടങ്ങൾ പറയുകയും വമുൻദിരീന വിഭിന്നപ്പെട്ടാൽ ഉണ്ടാകുന്ന കോട്ടങ്ങൾ പറയുകയും ചെയ്തുകൊണ്ട് പ്രവാചകന്മാർ വന്നു. വൈഭിന്യപ്പെട്ടപ്പോഴാണ് പ്രവാചകന്മാർ വന്നിട്ടുള്ളത്. അപ്പോഴാണ് റിസാലത്ത് വന്നിട്ടുള്ളത്. ഇതാണ് ബഹുമാനപ്പെട്ട മഹാനായ ഇമാം റാസി തങ്ങൾ ഇവിടെ പറയുന്നത്. നോക്കൂ നിങ്ങൾ, ഈ ആയത്തിന് നാം വേറൊരു വിശദീകരണം കൂടി പറയാം. നോക്ക്, അടിസ്ഥാനപരമായി ഞാൻ പറഞ്ഞ ആ മാറ്ററിലേക്ക് ഞാൻ വീണ്ടും വരിക. ഹെഡ്ലൈൻ ഒന്നും കൂടി ആവർത്തിക്കാം. മനുഷ്യരെ എല്ലാവരെയും ഒരൊറ്റ ചരടിലാണ് അള്ളാഹു. നിങ്ങൾ ഉറങ്ങുന്നുണ്ടോ? ഒരൊറ്റ ചരടിലാണ് അള്ളാഹു മൊത്തം മനുഷ്യരെയും പടച്ചിട്ടുള്ളത്. പിന്നീട് അങ്ങനെ വന്നപ്പോൾ സ്വാഭാവികമായി അവരെല്ലാവരും ഒന്നായി. പിന്നെ അവർ വിഭിന്നപ്പെട്ടു. വിഭിന്നപ്പെട്ടപ്പോൾ പ്രവാചകന്മാർ വന്നു. അതുകൊണ്ട് തന്നെ പ്രവാചകന്മാർ, നോക്കൂ, വളരെ ചിന്തിക്കേണ്ട ഒരു കാര്യം, വിഭിന്നപ്പെട്ടത് മോശമായി എന്ന് പറയാൻ വന്ന പ്രവാചകന്മാർ പറയേണ്ട കാര്യം ഒന്നാണ്. അതുകൊണ്ട് തന്നെ പ്രവാചകന്മാർ എല്ലാ കാലഘട്ടത്തിലും പറഞ്ഞത് അടിസ്ഥാനപരമായി ഒന്നാണ്. അഫ്ളലു മാ ഖുൽതു അന വന്നബിയ്യൂന മിൻ ഖബ്ലി ലാ ഇലാഹ. പാരമ്പര്യത്തിന്റെ വചനമാണ്. എന്തുകൊണ്ട്? അതുതന്നെയാണ് ആദം പറഞ്ഞത് അലൈഹിസ്സലാം. അതുതന്നെയാണ് ശീസ് പറഞ്ഞത് അലൈഹിസ്സലാം. അതുതന്നെയാണ് ഇദ്രീസ് പറഞ്ഞത്. വളരെ ചിന്തിക്കണം. ഒരു കാര്യം എങ്ങനെയാ പാരമ്പര്യമായി തീരുക, പൈതൃകമായി തീരുക, പാരമ്പര്യമായി തീരുക? ഒരാൾ പറഞ്ഞത് തന്നെ അടുത്ത തലമുറയും ഏറ്റെടുത്തു പറയുമ്പോൾ വളരെ ചിന്തിക്കണം. അങ്ങനെയാണല്ലോ ആദം നബി അലൈഹിസ്സലാം പറഞ്ഞത് ലാ ഇലാഹ ഇല്ല. അതുതന്നെയാണ് ശീസ് പറഞ്ഞത് അലൈഹിസ്സലാം. അതുതന്നെയാണ് ഇദ്രീസ് പറഞ്ഞത്. അതുതന്നെയാണ് നൂഹ് BC 7000 പറഞ്ഞത്. അതുതന്നെയാണ് പിന്നീട് ഒന്നാം ആദിനോട് പടവെട്ടി ബഹുമാനപ്പെട്ട ഹൂദ് പറഞ്ഞത്. അതുതന്നെയാണ് രണ്ടാം ആദിനോട് പടവെട്ടി സമൂദിനോട് പടവെട്ടി സയ്യിദുന സ്വാലിഹ് പറഞ്ഞത്. അത് തന്നെയാണ് BC 2000 സയ്യിദുന ഇബ്രാഹിം പറഞ്ഞത്. അതുതന്നെയാണ് ഇസ്മായിൽ പറഞ്ഞത്. അതുതന്നെയാണ് ഇസ്ഹാഖ് പറഞ്ഞത്. അതുതന്നെയാണ് ഫറായിത്തിന്റെ മുന്നിൽ സ്വന്തം തൗഹീദിന്റെ വ്യക്തിഗത അസ്തിത്വം കാണിച്ച സയ്യിദുന യൂസുഫ് പറഞ്ഞത് അലൈഹിസ്സലാം. അതുതന്നെയാണ് സയ്യിദുന മൂസ അലൈഹിസ്സലാം, വിമോചകത്തിന്റെ പ്രവാചകൻ, വിമോചനത്തിന്റെ പ്രവാചകൻ പറഞ്ഞത്. അതുതന്നെയാണ് രാജസമൂഹത്തിലൂടെ പുതിയ ഒരു അസ്തിത്വം ലോകത്തിന് കാഴ്ചവെച്ച സയ്യിദുന ദാവൂദ്. അതുതന്നെയാണ് ലോകത്തെ ബഹുമാനപ്പെട്ട സയ്യിദുന ഈസ അലൈഹിസ്സലാം. അതുതന്നെയാണ് ഹബീബായ മുഹമ്മദ് മുസ്തഫ. പാരമ്പര്യത്തിന്റെ വാക്കാണ്. തൗഹീദിൽ പുതിയതായി ഒന്നുമില്ല. അത് പാരമ്പര്യത്തിന്റെ വചനമാണ്. എന്തുകൊണ്ട്? മനുഷ്യർ ഒന്നായി ഒരേ അസ്തിത്വത്തിൽ അള്ളാഹു പടച്ചു. ഒരേ അസ്തിത്വത്തിൽ മനുഷ്യർ ഒരു സമുദായമായി. വിഭിന്നപ്പെട്ടപ്പോൾ പ്രവാചകന്മാർ വന്നു. എന്തിന്? ഈ വൈഭിന്നതകളിൽ നിന്ന് വീണ്ടും മനുഷ്യനെ ഒന്നാക്കി തീർക്കാൻ. ഒന്നാക്കി തീർക്കാൻ വേണ്ടി വന്നവർ പറയേണ്ടത് ഒരു വാക്കാണ്. അതുകൊണ്ടാണ് പ്രവാചകന്മാർ ഹബീബായ റസൂലുള്ളാഹി വിശുദ്ധ ഖുർആൻ പറഞ്ഞു, വമാ അർസൽനാ മിൻ ഖബ്ലിക മിർ റസൂലിൻ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദൂൻ. സൂറത്തുൽ അംബിയാ. അതുതന്നെയാണ് സൂറത്തു ഹൂദിൽ ബഹുമാനപ്പെട്ട സയ്യിദുന സ്വാലിഹ് നബിയെ പറ്റിയും ബഹുമാനപ്പെട്ട സയ്യിദുന ഹൂദ് അലൈഹിസ്സലാത്തു വസ്സലാമിനെ പറ്റിയും വഇലാ മദ്യന അഖാഹും ശുഐബൻ ഖാല യാ ഖൗമി അബ്ദുല്ലാഹ മാ ലക്കും മിൻ ഇലാഹിൻ ഗൈർ എന്ന്. ചുരുക്കത്തിൽ നുത്ഫത്ത് ഒന്ന്, സമുദായം ഒന്ന്, മാർഗദർശനത്തിന്റെ വേദിയും ഒന്ന്, എല്ലാം.
ഈ ഒന്നല്ലാത്തൊരു ആ ശൈലിയാകട്ടെ. നോക്കൂ, ശ്രദ്ധിക്കൂ കുട്ടികളെ, വളരെ പ്രധാനമായി അവിടെ ആലോചിക്കേണ്ട ഒരു കാര്യം നോക്കൂ. ഈ ആയത്തിന് അള്ളാഹു തആല ഫുൾ സ്റ്റോപ്പ് ചെയ്യുന്നത് ഈ സൂറത്തുൽ ബഖറയുടെ 213 ശ്രദ്ധിക്കണേ, 213 ഈ ആയത്തിനെ ഫുൾ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ പറയുന്ന കാര്യം, ആളുകൾ വൈഭിന്നപ്പെട്ടപ്പോൾ പ്രവാചകന്മാർ ഏകവചന പ്രഖ്യാപനവുമായി വന്നു. എന്നിട്ടോ പ്രവാചകന്മാർ എന്ത് ചെയ്തു? അള്ളാഹു പ്രവാചകന്മാർ വഴി അവരെ എന്ത് ചെയ്തു? യഹ്ദീ മൻ യശാഉ ഇലാ സിറാത്തിൻ മുസ്തഖീം. നോക്ക്, വിഭിന്നപ്പെട്ട വഴിയിലേക്ക് അവർ കയറിപ്പോയിരുന്നു. അങ്ങനെ വന്നപ്പോൾ പ്രവാചകന്മാർ വരികയും പ്രവാചകന്മാർ വീണ്ടും അവരെ സാധാരണയായി ആടുകൾ വന്നിരുന്ന ആ വഴിയിലേക്ക് തന്നെ തെളിച്ച് ഏൽപ്പിക്കുകയും ചെയ്തു. മനസ്സിലായോ? ആ ആയത്ത് ഫുൾ സ്റ്റോപ്പ് ആവുമ്പോ പറയുന്ന വാക്ക് യഹ്ദീ മൻ യശാഉ ഇലാ സിറാത്തിൻ മുസ്തഖീം. വളരെ ചിന്തിക്കണം. പ്രവാചകന്മാരും അഭിപ്രായാന്തരത്തിലായി പിന്നീട് പ്രവാചകന്മാർ വന്നു, മുബശ്ശിരീന വമുൻദിരീന എന്നൊക്കെ പറഞ്ഞിട്ട് ആയത്ത് അവസാനിക്കുമ്പോൾ വളരെ വലിയൊരായത്ത ആയത്ത് അല്ലാഹു അവസാനിപ്പിക്കുമ്പോൾ പറയുന്നത് വല്ലാഹു യഹ്ദീ മൻ യശാഉ ഇലാ സിറാത്തിൻ മുസ്തഖീം. 1,24,000 ആളുകൾ വീണ്ടും മനുഷ്യരെ അവന്റെ പൈതൃകത്തിന്റെ ബെൽറ്റിൽ ചേർക്കാൻ വേണ്ടി വന്നവരാണ്. കൂട്ടത്തിൽ പറയട്ടെ, ക്രിസ്ത്യാനിറ്റിക്ക് വിരുദ്ധമാണിത്. ക്രിസ്ത്യാനിറ്റിയുടെ വീക്ഷണം മനുഷ്യർ മുഴുവനും പാപികളായി ജനിക്കുന്നു എന്നാണ്. എല്ലാ മനുഷ്യരും, അത് ഇസ്ലാമിക അസ്തിത്വത്തിന് ഘടകവിരുദ്ധമാണ്. മനുഷ്യർ പാപികളായി ജനിക്കുന്നു എന്ന് പറഞ്ഞ് ലോകത്തെ ചുമരുകൾ മുഴുവനും ക്രിസ്ത്യാനികൾ വൃത്തികേടാക്കി. എല്ലാ ചുമരുകളിലും അവരിത് എഴുതി വെച്ചു. മനുഷ്യൻ കൂടുന്നിടത്ത് മുഴുവനും അവർ ഈ വൃത്തികേടിന്റെ ആഭാസം എഴുന്നള്ളിച്ചിട്ടുണ്ട്. വളരെ ഗൗരവത്തിൽ ചിന്തിക്കണം. ആ മതത്തിന്റെ അടിസ്ഥാനം തന്നെ പോക്കാം. എന്തുകൊണ്ടെന്നാൽ അസ്തിത്വം തന്നെ നാമാവശേഷമാണ്. സ്വയം ജനറ്റിക് പൊസിഷനിൽ തന്നെ വൃത്തികേടായ ഒരു മനുഷ്യനെ നന്നാക്കിയെടുക്കുക എങ്ങനെയാണ്? മനുഷ്യൻ പാപിയായി ജനിക്കുന്നു എന്ന അസ്തിത്വത്തിലാണ് ക്രിസ്ത്യാനിറ്റി ഊന്നു നിൽക്കുന്നത്. എന്നാൽ ഇസ്ലാം അങ്ങനെയല്ല. മനുഷ്യൻ തൗഹീദിൽ ജനിച്ചു, തൗഹീദിൽ സമുദായമായി, തൗഹീദിൽ നിന്ന് മാറിയപ്പോൾ ആ പാരമ്പര്യത്തിലൂടെ, പൈതൃകത്തിലൂടെയും പിന്നീട് പാരമ്പര്യത്തിലൂടെയും അവന് ലഭിച്ച ആ തൗഹീദിലേക്ക് വീണ്ടും അവനെ ചേർക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട അംബിയായിനെ അള്ളാഹു പറഞ്ഞയച്ചു. അംബിയാ എന്ത് ചെയ്തു? അംബിയാ യഹ്ദീ മൻ യശാഉ ഇലാ സിറാത്തിൻ മുസ്തഖീം. അല്ലാഹു നാഫിയായ ഇൽമിനെ തരട്ടെ. നോക്കൂ, ഇനി ഞാൻ നിങ്ങൾക്ക് വേറൊരു ആയത്ത് കാണിക്കാം. വളരെ ചിന്തിക്കുക. സൂറത്തുൽ അൻആം 153 ആയത്ത്. വഅന്ന ഹാദാ സിറാത്തീ മുസ്തഖീമാ ഫത്തബിഊഹു വലാ തത്തബിഉസ് സുബുൽ ഫതഫറഖ ബികും അൻ സബീലിഹി ദാലികും വസ്സാകും ബിഹി ലഅല്ലകും തത്തഖൂൻ. സൂറത്തുൽ അൻആം 153. ശ്രദ്ധിക്കുക. അല്ലാഹു നാഫിയായ ഇൽമിനെ തരട്ടെ. ഉറക്കം വരുന്നുണ്ടോ? എല്ലാവരും ശ്രദ്ധിക്കാൻ നോക്കൂ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഅന്ന ഹാദാ സിറാത്തീ മുസ്തഖീമ ഫത്തബിഊഹു വലാ തത്തബിഉസ് സുബുൽ ഫതഫറഖ ബികും അൻ സബീലിഹി ذلكم وصاكم به لعلكم تتقون. അല്ലാഹു പറയുന്നു. നോക്ക്, ഈ ആയത്തെ ഞാനിപ്പോ എന്തേ പറഞ്ഞു വെച്ചത്? മനുഷ്യരെ ഒരൊറ്റ ചരടിയിൽ, ഒരു പൈതൃകത്തിൽ, ഒരു പാരമ്പര്യത്തിൽ അള്ളാഹു കൊണ്ടുവന്നു. ആ പാരമ്പര്യത്തിൽ നിന്ന് അവർ മാറിയപ്പോൾ പ്രവാചകന്മാരെ അയച്ചു. എന്നിട്ട് പ്രവാചകന്മാർ എന്തു ചെയ്തു? വീണ്ടും അവരെ ഒരു ചരടിയിലേക്കാക്കി. ആയത്ത് അള്ളാഹു പറയുന്നു വഅന്ന ഹാദാ സിറാത്തീ മുസ്തഖീമ. ഇതൊരു വഴിയാണ്. ഫത്തബിഊഹു. ഒരൊറ്റ വഴിയെ ഡിപ്പെൻഡ് ചെയ്ത് നിങ്ങൾ ഇങ്ങനെ മുന്നോട്ട് വരണം. വലാ തത്തബിഉസ് സുബുല. വിവിധങ്ങളായ വഴിയിലേക്ക് നിങ്ങൾ കയറിപ്പോകരുത്. വിവിധങ്ങളായ വഴികളെ നിങ്ങൾ അനുധാവനം ചെയ്യരുത്. അങ്ങനെ അനുധാവനം ചെയ്താലാകട്ടെ ഫതഫറഖ ബികും അൻ സബീലി. അല്ലാഹുവിന്റെ ഏകമായ ഒരു മാർഗത്തെ തൊട്ട് നിങ്ങൾ ഭിന്നിച്ചു പോകും. ഫതഫറഖ ബികും അൻ സബീലി. എന്നിട്ട് അല്ലാഹു പറയുന്നത് ദാലികും വസ്സാകും ബിഹി ലഅല്ലകും തത്തഖൂൻ എന്ന. നിങ്ങൾ മുത്തഖീങ്ങളാവണമെങ്കിൽ ഒന്നാം കാര്യം വേണ്ടത് നിങ്ങളുടെ ബേസ് നന്നാക്കലാണ്. അഥവാ ഒരൊറ്റ വഴിയിലേക്ക്
അടിസ്ഥാനപരമായി നിങ്ങൾ ചേർന്ന് നിൽക്കുകയാണ്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. വളരെ ചിന്തിക്കണം. നമ്മൾ ചില ആളുകളൊക്കെ ഉണ്ട്, വലിയ കുപ്പായം താടിയൊക്കെ നീട്ടിയിട്ട് വിശ്വാസം എന്തായാലും വേണ്ടില്ല, അമൽ എന്നാക്കണം എന്ന് പറഞ്ഞ നടക്കുന്ന ആളുകൾ. ആദ്യമായി തഖ്വയുടെ അടിസ്ഥാനം നിസ്കാരം ഉഷാറാക്കലല്ല, തെബിലിഗാരെ പറ്റിയാ പറഞ്ഞ മേപ്പോട്ട് നോക്കണ്ട, മനസ്സാൽ ഇരിക്കുന്നിടത്ത് നോക്കുക എന്താ ചെയ്യുന്നത്. തെബിലിഗാരെ പറ്റി തന്നെ പറഞ്ഞത്. വിശ്വാസം എന്തായാലും വേണ്ടില്ല, വിശ്വാസം ഏത് കോലത്തിലായാലും വേണ്ടില്ല, നിസ്കരിക്കണം എന്ന് പറയുന്ന ചില മനുഷ്യർ എത്ര വലിയ വിഡ്ഢിത്തരാണ് ആ പറഞ്ഞത്. അടിസ്ഥാനപരമായി അവന്റെ സിറാത്തിൽ അവൻ കയറിയിരിക്കണം. മുത്തഖീങ്ങളാവണമെങ്കിൽ അള്ളാഹു നിങ്ങളോട് വസിയ്യത്ത് ചെയ്യുന്നത് നിസ്കാരമല്ല പ്രധാനമായിട്ട്, പിന്നെന്താണ്? എന്ന് നോക്കൂ. ഈ ആയത്തിനെ വിശദീകരിച്ച് തഫ്സീറുൽ കബീർ വഅനിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ശൈഖാനി ഒക്കെ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അനിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു ഖത്ത ഖത്തൻ ثم قال هذا سبيل الرشد ثم خط عن يمينه وعن شماله خطوطا ثم قال هذه سبل على كل سبيل منها شيطان. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. വഅൻ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു ഖത്ത, ഒരിക്കൽ റസൂലുള്ളാഹി ഒരു വര വരച്ചു. സുമ്മ ഖാല, എന്നിട്ട് പറഞ്ഞു ഹാദാ സബീലുർ റുഷ്ദി, ഇതാണ് വിവേകത്തിന്റെ മാർഗം. ഇവിടെ നിന്നാണ് പിടിച്ചാൽ നേരെ എങ്ങോട്ടെത്തണം? മഹാനായ സയ്യിദുന ആദം. ഒറ്റ വഴിയാണ്, ഇതൊരു വഴിയേ ഉള്ളൂ. ഇത് ഈ മാലേന്ന് ആരെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും പൊട്ടിച്ചാടിയാൽ അവന്റെ കഥ പോക്കാണ്. പലരും പൊട്ടിച്ചാടാൻ ശ്രമിച്ചിട്ടുണ്ട്, ഞാൻ പിന്നീട് പറയാം. ഇതൊരൊറ്റ വഴിയാണ്, ഇതൊരു വഴിയാ. ഇത് വിവേകത്തിന്റെ മാർഗമാണ്. ഈ വരയുടെ വലഭാഗത്തും ഇടഭാഗത്തും വേറെ ചില വരകളും മുസ്തഫായ റസൂലുള്ളാഹി വരച്ചു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സുമ്മ ഖാല, എന്നോട് പറഞ്ഞു ഹാദിഹി, ഈ കാണുന്ന വരകൾ സുബുലുൻ, സഹാദിഹി സുബുലുൻ, ഇവ ചില മാർഗങ്ങളാണ്. അലാ കുല്ലി സബീലിൻ മിൻഹാ ശൈത്വാനുൻ യദ്ഉ ഇലൈഹി, ഈ വരകളുടെ മുഴുവനും മേൽ ഇരിക്കുന്നത് പിശാച്, ദുർവൃത്തിയുടെ മാർഗങ്ങളിലേക്ക് ക്ഷണിക്കുന്ന, ഏകത്വത്തിൽ നിന്ന് മനുഷ്യനെ തെറ്റിച്ചു കളയുന്ന പിശാചാണ് എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അഥവാ അസ്തിത്വത്തിന്റെ ചരടിലേക്ക് ഒരാൾ ചേരാതെ അയാളുടെ വീക്ഷണങ്ങളും അയാളുടെ ചിന്തകളും അയാളുടെ വിശ്വാസവും രീതികളും ഒക്കെ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം തൗഹീദിൽ ഏത് വീക്ഷണത്തിലും അസ്തിത്വത്തിലുമായിരുന്നോ അങ്ങോട്ട് ചേർന്നിട്ടില്ല എങ്കിൽ പിശാചായിരിക്കും പിന്നെ അയാളെ ഭരിക്കുക എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്കൂ നിങ്ങൾ, ഈ ആയത്തെ വിശദീകരിച്ച് വീണ്ടും തഫ്സീറുൽ കബീർ രേഖപ്പെടുത്തുന്നു. വഅൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഹാദിഹിൽ ആയാതു മുഹക്കമാതുൻ ലം യൻസഖുഹുന്ന ഷൈഉം മിൻ ജമീഇൽ കുതുബി, ഒരു കിതാബും ഒരധ്യായത്തിലെ ഒരായത്തും ഈ പറഞ്ഞ ആയത്തിനെ നസ്ഖ് ചെയ്തിട്ടില്ല. ഇത് ദുർബലമാക്കപ്പെടാത്ത ആയത്താകുന്നു. മൻ അമില ബിഹിന്ന, ഈ ആയത്ത് കൊണ്ട് ആരെങ്കിലും അമൽ ചെയ്താൽ സ്വർഗത്തിൽ കടക്കും. അഥവാ ഒരൊറ്റ വിശ്വാസത്തിന്റെ അസ്തിത്വത്തിലേക്ക് കേറിയാലേ സ്വർഗത്തിൽ കടക്കൂ. വമൻ തറകഹുന്ന ദഖലൻ നാറ, അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. സുമ്മ ഖാല ദാലികും വസ്സാകും ബിഹി വസ്സാകും ബിഹി ലഅല്ലകും തത്തഖൂന അനിൽ മആസി വല്ലലാലാത്ത്. നോക്കൂ നിങ്ങൾ മുത്തഖീങ്ങളാക്കാൻ ആവാൻ നിങ്ങൾക്ക് ഈ വഴിയിൽ കയറി നിൽക്കലാണ് നല്ലത് എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്നു. എന്ത് മുത്തഖി, എന്തിനെ സൂക്ഷിക്കുക? അനിൽ മആസി, ദോഷങ്ങളെയും വല്ലലാലാത്ത്, പിഴച്ചു പോകുന്ന മാർഗങ്ങളെയും. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ, അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. വിശ്വാസികളെ, ലലാൽ സാന്ദർഭികമായി പറയട്ടെ. എന്തിനാ ലലാലത്ത് എന്ന് പറയാ? എന്തിനാ ലലാലത്ത് എന്ന് പറയാ? അല്ലാഹു നമുക്ക് നാഫിയായ ഇൽമിനെ തരട്ടെ. നോക്ക്, എന്താ ലലാലത്ത്? ലലാലത്ത് എന്നാൽ അൽ ഉദൂലു അനി ത്വരീഖിൽ മുസ്തവി, ശരിയായ മാർഗത്തെ തൊട്ട് ഒരാൾ തെറ്റുക. അംദൻ, ഒന്നിക്കൽ അറിഞ്ഞു തെറ്റുക. ഔ ഖത്അൻ, അറിയാതെ തെറ്റുക. മനസ്സിലായില്ല, നല്ല ഉറക്ക് വരുന്നുണ്ട്, മനസ്സിലാവണില്ലേ? നോക്കൂ നിങ്ങൾ, എന്തിനാ ലലാലത്ത്? നമ്മൾ പറയുന്നത് സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം
വലല്ലാലീൻ പിഴച്ചു പോവാൻ പാടില്ല. എന്തുകൊണ്ട്? ലലാലത്ത് എന്നാൽ അതിന്റെ അർത്ഥം അൽ ഉദൂലു അനി ത്വരീഖിൽ മുസ്തവി, ഈ ശരിയായ ഒരൊറ്റ മാർഗ്ഗേ ശരിയായിട്ടുള്ളൂ. അത് പൈതൃകമാണ്. ആദം നബി, ശീസ് നബി, ഇദ്രീസ് നബി, നൂഹ് നബി, ഹൂദ് നബി, സാലിഹ് നബി, ഇബ്രാഹിം നബി, യാക്കൂബ് നബി, ഇങ്ങനെ മുഹമ്മദ് മുസ്തഫ അലൈഹിമുസ്സലാത്തു വസ്സലാം ഇങ്ങനെ വരുന്ന ആ ഒരൊറ്റ ശരിയായ ഒരൊറ്റ മാർഗ്ഗേ ശരിയുള്ളൂ. അത് ഒരു വീക്ഷണം മാത്രമേ ശരിയുള്ളൂ. അല്ലാത്ത ആ മാർഗത്തെ തൊട്ട് ഒരാൾ തെറ്റുക, അംദൻ ഒന്നിരിക്കൽ അറിഞ്ഞു തെറ്റുക, ഔ ഖത്വഅൻ അല്ലെങ്കിൽ അറിയാതെ തെറ്റുക, ഏതാണെങ്കിലും അത് ലലാലത്ത് ആണ് എന്ന് ബഹുമാനപ്പെട്ട മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ചെറുപ്പക്കാരെ, നമ്മൾ വിശുദ്ധ ഫാത്തിഹയിലേക്കൊന്ന് മടങ്ങുക. ഒരു വട്ടം പറയലൊരു ബർക്കത്തിന്റെ കാര്യമാണ്. ഫാത്തിഹ ഉമ്മുൽ ഉലൂമാണ്, ഇൽമിന്റെ മാതാവാണ് ഫാത്തിഹ. ഫാത്തിഹയിൽ ഇല്ലാത്ത ഇൽമ ഒരാളെ കയ്യിൽ ഉണ്ടാവാൻ പാടില്ല, ഉണ്ടാവില്ല. ഹക്കായ ഒരു ഇൽമ്, ഫാത്തിഹയുമായി ബന്ധപ്പെടാത്ത ഇൽമില്ല. അത്രയും അനർഘമാണല്ലോ ഫാത്തിഹ. നമുക്ക് ചിന്തിക്കാം. അല്ലാഹു തആലയോട് 17 തവണ നിർബന്ധമായി ഒരാൾ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയാണ് ഫാത്തിഹയിലെ പ്രാർത്ഥന. ഒരാള് മരിച്ചു പോണതിന്റെ മുമ്പ് അൽ ബഖറ ഓതില്ല എങ്കിൽ അതിന്റെ പേരിൽ അയാൾക്ക് നരകം ഇല്ല. എന്തുകൊണ്ടെന്നാൽ അൽ ബഖറ ഓതൽ നാളെ മുതൽ ഓതണ്ടെന്നല്ല, അൽ ബഖറ ഓതൽ സുന്നത്താണ്. സുന്നത്ത് യുസാബു അലാ ഫിഅലിഹി വലാ യുആഖബു അലാ തർക്കിഹി. ചെയ്താ കൂലിണ്ട്, ചെയ്തിട്ടില്ലെങ്കിൽ അതിന്റെ പേര് ശിക്ഷല്ല, കൂലില്ല. അത് വേറെ കാര്യം, കൂലില്ല എന്നുള്ള വേറെ കാര്യം. പക്ഷേ നീ അൽ ബഖറ ഓതിയില്ല എന്നുള്ള പേരിൽ ശിക്ഷ ഉണ്ടാവില്ല, കാരണം അത് സുന്നത്താണ്. എന്തിന്? അൽ ബഖറ മുതൽ നാസ് വരെ ഒരാൾ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഓതിയില്ല എങ്കിൽ അതിന്റെ പേരിൽ അയാൾ ശിക്ഷിക്കപ്പെടാവതല്ല. എന്തുകൊണ്ട്? അത് മുഴുവനും സുന്നത്താണ്. സുന്നത്തെന്നാൽ യുസാബു അലാ ഫിഅലിഹി വലാ യുആഖബു അലാ തർക്കിഹി. എന്നാൽ ഫാത്തിഹ ഒരാള് 17 പ്രാവശ്യം പോയിട്ട് 16 പ്രാവശ്യം ഒരു ദിവസം ഒരാൾ ഓതിയാലും ശിക്ഷിക്കപ്പെടും. അല്ലെങ്കിൽ പിന്നെ അയാൾ അതിന്റെ മഖാമിൽ നിൽക്കുന്ന നിലയിൽ ഓതാതിരിക്കണം. എങ്ങനെ? ഓതിയ മഖാമിൽ ഓതാതിരിക്കുക. അതെങ്ങനെയാ? അവൻ മസ്ബൂക്കാവുക. എന്നിട്ട് ഇവന്റെ ഫാത്തിഹയെ ഖത്വൊക്കെ ഒഴിവാക്കി മഖ്റജൊക്കെ ക്ലിയറാക്കി തഹമ്മുൽ ചെയ്യാൻ കഴിയുന്ന ഇമാമ് തഹമ്മുൽ ചെയ്യുക. ഏതോ അങ്ങാടിയിൽ വീടിക്കുറ്റായി നിൽക്കുന്ന ഒരുത്തനല്ല. അങ്ങാടിയിൽ നിന്ന് വീടിക്കുറ്റായി പാഞ്ഞു വന്നവന്റെ പിന്നെ നിന്നാൽ സഹിയാവൂല. അവന്റെ നിൽക്കുന്ന ഇമാമിന് ഫാത്തിഹ തഹമ്മുൽ ചെയ്യാൻ മാത്രമുള്ള കരുത്തുള്ള വിധത്തിൽ ഫാത്തിഹ തഹമ്മുൽ ചെയ്താൽ ഇമാം കാര്യം പറഞ്ഞാൽ മഅ്മൂമും അങ്ങനെ തന്നെയാണ്. നിയമസഭയിൽ പല ജനോപകാരപ്രദമായ ഓർഡിനൻസും പാസ്സാക്കി എടുക്കുന്നുണ്ട്. നമ്മൾ ആരും പറയുന്നില്ല, എന്നാൽ നമ്മുടെ നാട്ടിലെ MLA ആ വിഷയത്തിൽ ഭാഗവാക്കാണ്. അപ്പൊ നമ്മളൊക്കെ ഗുണകാംക്ഷികളും അല്ലെങ്കിൽ ഗുണഭോക്താക്കളുമാണ്. അതുകൊണ്ട് തന്നെയാണല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉണ്ടാവുന്നത്. ജനപ്രതിനിധികളുടെ നാവിന് പിഴക്കുമ്പോഴാണ്, അല്ലെങ്കിൽ അവരെ കാലിന് പിഴക്കുമ്പോഴാണ്, അവർ പറയേണ്ടാത്തത് പറയുകയോ പോണ്ടാത്തരത്തേക്ക് പോവുകയോ ചെയ്യുമ്പോഴാണ് അത് ഒരു പുതിയ ഒരു വിഷയമായി തീരുന്നത്. അപ്പൊ ഇതന്നെ അവരെ നാവ് നേരെ നിൽക്കണം. ഇതന്നെ ഇമാമ് തഹമ്മുൽ ചെയ്യേണ്ടവനാ. അപ്പൊ ചുരുക്കത്തിൽ ഫാത്തിഹ ഒരു ദിവസം ഒരാൾ 17 തവണ ഓതിയിട്ടില്ലെങ്കിൽ കുറ്റക്കാരനാണ്. എന്റെ ഫാത്തിഹ എന്നാൽ 5 ഖുർബാനും ഒരു ദുആവും ഒരു വിശദീകരണവുമാണ്. 5 ഖുർബാൻ, ഒരു ദുആ. എന്താ ദുആ? ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, ചൊവ്വായ മാർഗത്തിലേക്ക്, മുസ്തഖീമായ മാർഗത്തിലേക്ക് എന്നെ നീ കേറ്റണമേ എന്ന് അല്ലാഹുവിനോട് പറയുക, അവിടെ ഉറപ്പിക്കണമേ എന്ന് പറയുക. അത് ഏതാണ് മാർഗം? ഉടനെ തന്നെ വിശദീകരിച്ചു. നോക്ക്, ഒരു ദിവസം 17 തവണയാണ് നിർബന്ധമായി ഇങ്ങനെ പ്രാർത്ഥിക്കേണ്ടത്. ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ വന്നത് ഹിദായത്തിന് വേണ്ടിയാണ് എന്ന് അൽ ബഖറയിൽ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. ഖുൽ നഹ്ബിതു മിൻഹാ ജമീഅൻ ഫഇമ്മാ യഅതിയന്നകും മിന്നി ഹുദൻ ഫമൻ തബിഅ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ എന്ന് പറഞ്ഞു. എല്ലാ മനുഷ്യരോടും ഇറങ്ങിപ്പോകാൻ പറഞ്ഞിട്ട്, താഴത്തേക്ക് ഇറങ്ങാൻ പറഞ്ഞിട്ട് ഹിദായത്ത് വാങ്ങി വരൂ എന്ന് അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. ഹിദായത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഹിദായത്താകട്ടെ ഒരു വഴിയിലേ ഉള്ളൂ എന്ന് അവിടെ തന്നെ പറയുന്നു. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം. അതും ഏതാണ്? സിറാത്തൽ ലദീന. ഈ ബെൽറ്റിൽ, ഈ റിലയുടെ ബെൽറ്റിൽ എനിക്ക് മുമ്പേ കേറി നിന്നവരുടെ മാർഗമാണത്. സിറാത്തൽ ലദീ റഅയ്തു ഫിൽ ഖുർആൻ എന്നല്ല.
സിറാത്തല്ലദീ റഅയ്തു ഫിൽ ഖുർആൻ എന്നാണെങ്കിൽ ചേകനൂർ മൗലവി ധാർമ്മികമായി അംഗീകരിക്കപ്പെടേണ്ടവനായി തീരും. എന്തുകൊണ്ടെന്നാൽ അയാൾ ഖുർആനിൽ കണ്ടത് അങ്ങനെയാവാം. അയാളുടെ ആത്മാവിനോട് നീതി പാലിച്ചില്ല എന്ന് പറയാൻ കഴിയില്ല. അയാളുടെ ആത്മാവിനോട് നീതി പാലിച്ചിരിക്കാം. അയാളുടെ ഫീ നഫ്സിഹി കളവ് പറഞ്ഞിട്ടുണ്ടാവില്ല, നഫ്സുൽ അംറിൽ കളവ് പറഞ്ഞതാ. അടിസ്ഥാനപരമായ കാര്യത്തിൽ കളവ് പറഞ്ഞുള്ളൂ. എന്നാൽ അയാളുടെ നഫ്സിനോട് അയാൾ കദ്ദാബൊന്നും അല്ല. എന്നോട് കാവനൂർക്കാരൻ ഒരു സ്നേഹിതൻ പറഞ്ഞു, തിരൂര് കീർത്തി ടൂറിസ്റ്റ് ഹോമിലേക്ക് ശരിയായ നിസ്കാരം കാണിച്ചു തരാന്ന് പറഞ്ഞിട്ട് ഒരിക്കൽ ഞങ്ങളെ വിളിച്ചു. ഇയാളെ മുരീദായിരുന്നു ചേകനൂരിന്റെ. അങ്ങനെ ശരിയായ നിസ്കാരം കാണാൻ വേണ്ടി ഞങ്ങൾ കീർത്തി ടൂറിസ്റ്റ് ഹോമിൽ പോയി. അവിടെ വെച്ച് ഞങ്ങൾക്ക് ഒരു റുക്കൂഉം ഒരു സുജൂദും കാണിച്ചു തന്നു. എന്നിട്ട് പറഞ്ഞു, ഖുർആനിൽ വസ്ജുദു അങ്ങനെയല്ലേ പറഞ്ഞത്? ഒരു റുക്കൂഉം ഒരു സുജൂദും എന്നല്ലേ പറഞ്ഞത്? ഒന്നിരിക്കൽ സുജൂദിനെ ഒന്നാക്കണം, അല്ലെങ്കിൽ റുക്കൂഇനെ രണ്ടാക്കണം. എവിടെയാണ് ചേകനൂരുമായി അടിസ്ഥാനപരമായി നമ്മൾ വ്യത്യാസപ്പെടുത്തിയത് സിറാത്തല്ലദീ റഅയ്തു ഫിൽ ഖുർആൻ എന്നാണെങ്കിൽ ഓക്കെ. അങ്ങനെയല്ല, സിറാത്തല്ലദീന അൻഅംത അലൈഹിം. ഈ അൻഅംത അലൈഹിം എന്ന ലിസ്റ്റിൽ ആരൊക്കെ ഉണ്ട്? മിൻ ലദുൻ ആദം. കാരണം അങ്ങനെ തന്നെയല്ലേ, മിൻ ലദുൻ ആദം അലൈഹിസ്സലാം. എന്തുകൊണ്ട് മറ്റൊരായത്തിൽ അതിനെ വിശദീകരിച്ചത് മിനൻ നബിയ്യീന? മനസ്സിലായോ? മിനൻ നബിയ്യീന വസ്സുദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ. ഒറ്റ പൈതൃകം. ഇസ്ലാം എന്നാൽ, ദീൻ എന്നാൽ പാരമ്പര്യവത്താണ്. അവിടുന്ന് ആരൊക്കെ മാറിയോ അവൻ തകർന്നു പോകും. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഞാൻ നിങ്ങൾക്ക് വേറൊരു കാര്യം പറഞ്ഞുതരാം. ഒരായത്ത്, സൂറത്തുൻ നിസാ 26-ാമത്തെ ആയത്ത് നോക്കൂ. യുരീദുല്ലാഹു ലിയുബയ്യിനകും വയഹ്ദിയകും സുനനല്ലദീന മിൻ ഖബ്ലികും വയതൂബ അലൈക്കും വല്ലാഹു അലീമുൻ ഹകീം. സൂറത്തുൻ നിസാഇന്റെ 26. നോക്കൂ എന്താ പറയുന്നത്? യുരീദുല്ലാഹു ലിയുബയ്യിന ലക്കും. അല്ലാഹു അവൻ ഈ ഖുർആനിലൂടെ അവന്റെ ചര്യകളെ, അവന്റെ നിയമങ്ങളെ നിങ്ങൾക്ക് വിശദീകരിച്ചു തരാൻ ഉദ്ദേശിക്കുന്നു. പിന്നെയോ വയഹ്ദിയകും സുനനല്ലദീന മിൻ ഖബ്ലികും, നിങ്ങളുടെ മുൻഗാമികളുടെ അതേ ചര്യകളിലേക്ക് തന്നെ നിങ്ങളെയും മാർഗദർശനത്തിലാക്കാനും ഉദ്ദേശിക്കുന്നു. അടിസ്ഥാനപരമായി തൗഹീദിന്റെയും ദീനിന്റെയും വഴി ഒന്നാണ് എന്നതാണ് നമ്മുടെ പാഠം. അത് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ പൈതൃകമായി പാരമ്പര്യമായി വരുന്നതാ. നോക്കൂ, ഇവിടെ പറയുന്നു, യുരീദുല്ലാഹു ലിയുബയ്യിന ലക്കും വയഹ്ദിയകും സുനനല്ലദീന മിൻ ഖബ്ലികും. അല്ലാഹു നിങ്ങൾക്ക് അവന്റെ മതവിധികളെ വിശദീകരിച്ചു തരാനും വയഹ്ദിയകും നിങ്ങളെ മാർഗദർശനത്തിലാക്കാനും. എങ്ങോട്ട് മാർഗദർശനത്തിലാക്കുക? സുനനല്ലദീന മിൻ ഖബ്ലികും, നിങ്ങളുടെ മുൻഗാമികളുടെ അതേ ചര്യകളിലേക്കു തന്നെ. അപ്പൊ പിന്നെ ചോദ്യമുണ്ട്, പല ഫുറൂഇയായ അഹ്കാമിലും നമ്മളും മുൻഗാമികളും തമ്മിൽ വ്യത്യാസമുണ്ടല്ലോ. ഇവിടുന്ന് രണ്ടു കാര്യങ്ങൾ മനസ്സിലാക്കാം. ഫുറൂഇയായ കാര്യങ്ങളിലുള്ള വ്യത്യാസം നിയമസംബന്ധിയാണ്, നിയമം അംഗീകരിക്കുന്ന തരത്തിലുള്ള വ്യത്യാസമാണ് എങ്കിൽ അത് വിഷയമല്ല. വിഷയം എന്താണ്? അടിസ്ഥാനപരമായ വ്യത്യാസമാണ് എന്നിവിടുന്ന് മനസ്സിലാക്കാം. ഒന്ന്. രണ്ടാമത്തേത്, ഇവിടെ ഈ സുനന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേവലം ഫുറൂഇയായ സുനനല്ല, പിന്നെ എന്താണ്? തൗഹീദ് അസ്ൽ ശരീഅത്താണ് എന്ന് മനസ്സിലാക്കാം. അല്ലാഹു നാഫിയായ ഇൽമിനെ തരട്ടെ. മനസ്സിലായപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞത്, അതായത് വയഹ്ദിയകും സുനനല്ലദീന മിൻ ഖബ്ലികും എന്ന് പറഞ്ഞാൽ അവരുടെ അതേ സുനൻ നമുക്ക് സുനനാവുക എന്നല്ല, അടിസ്ഥാനപരമായ കാര്യങ്ങൾ എന്നാണ്. കാരണം പല കാര്യങ്ങളിലും പല വിഷയങ്ങളിലും നമ്മളും മുൻഗാമികളും തമ്മിൽ വ്യത്യാസമുണ്ട്. എന്നിട്ട് അല്ലാഹു തആല വയഹ്ദിയകും സുനനല്ലദീന മിൻ ഖബ്ലികും എന്ന് പറഞ്ഞു. അതിന് രണ്ടു കാര്യം മനസ്സിലാക്കാം. ഒന്ന്, നിയമം അംഗീകരിക്കുന്ന തരത്തിൽ ഇമാം ഷാഫിഈയും ഇമാം അബൂ ഹനീഫയും തമ്മിൽ എതിരായതുപോലെ നിയമം അംഗീകരിക്കുന്ന വിധത്തിൽ രണ്ടാളുകൾ എതിരായാൽ അത് അടിസ്ഥാനത്തിന് കോട്ടം
വരികയില്ല. 2, ഇവിടെ സുനൻ എന്ന് പറഞ്ഞിട്ടുള്ളത് കേവലം ഫുറൂഇയായ സുനനല്ല, പിന്നെ എന്തിനാണ്? തൗഹീദ്, അസ്ൽ ശരീഅത്ത് അടക്കമുള്ള കാര്യങ്ങൾക്കാണ്. നോക്കൂ നിങ്ങൾ, ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ ബഹുമാനപ്പെട്ട ഇമാം റാസി തങ്ങൾ തഫ്സീറുൽ കബീറിൽ രേഖപ്പെടുത്തുന്നു, ഫഇന്ന ശറായിഅ, ശരീഅത്തുകൾ, വഇൻ കാനത് മുഖ്തലിഫതൻ ഫീ നഫ്സിഹാ, അത് സ്വന്തം നിലവാരത്തിൽ നോക്കിയാൽ പരസ്പരം എതിരാതിൽ കാണാമെങ്കിൽ തന്നെ ഇല്ല അന്നഹ മുത്തഫിഖത്തുൻ ഫീ ബാബിൽ മസാലിഹി, പൊതുജനത്തിന് അടിസ്ഥാനപരമായ ഐക്യവും സാമൂഹിക ഗുണവും ചെയ്തു എന്ന നിലവാരത്തിൽ എല്ലാ ശരീഅത്തും എല്ലാ പ്രവാചകന്മാരുടെ ശരീഅത്തും മുത്തഫിഖത്താണ്, ഒന്നാണ് എന്ന് ബഹുമാനപ്പെട്ട ഇമാം റാസി റളിയല്ലാഹു അൻഹു തഫ്സീറുൽ കബീറിൽ സൂറത്തുൻ നിസാഇന്റെ 26ാമത്തെ ഈ ആയത്തെ വിശദീകരിച്ചുകൊണ്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നോക്കൂ നിങ്ങൾ, ഇനി നമ്മൾ ചിന്തിക്കേണ്ടത് അവിടെ നിന്ന് മാറിയവരെയാണ് വിശുദ്ധ ഖുർആൻ വിമർശിച്ചിട്ടുള്ളത്, വിശുദ്ധ ദീൻ വിമർശിച്ചിട്ടുള്ളത്. സൂറത്തു ആലു ഇംറാന്റെ 105ാമത്തെ വചനം അല്ലാഹു പറയുന്നു, വലാ തകൂനൂ കല്ലദീന തഫറഖൂ വഖ്തലഫൂ മിൻ ബഅദി മാ ജാഅഹുമുൽ ബയ്യിനാത്ത് വഉലൈക ലഹും അദാബുൻ അളീം. സൂറത്ത് ആല ഇംറാൻ 105. എന്താ അല്ലാഹു പറയുന്നത്? വലാ തകൂനു, നിങ്ങളായി പോകരുത്, കല്ലദീന, ഒരു വിഭാഗം ജനങ്ങളെ പോലെ, തഫറഖു, അവർ വ്യത്യസ്ത കക്ഷികളായി ഭിന്നിച്ചു, അടിസ്ഥാനപരമായി ലഭിച്ച പൈതൃകത്തിൽ നിന്നും പാരമ്പര്യത്തിൽ നിന്നും അവര് മാറി. വഖ്തലഫു മിൻ ബഅദി മാ ജാഅഹുമുൽ ബയ്യിനാത്ത്, അവർക്ക് വ്യക്തമായ ദൃഷ്ടാന്തം ഏകകമായി ലഭിച്ചതിനു ശേഷവും അവർ ഭിന്നിച്ചു. ഉലൈക ലഹും അദാബുൻ അളീം, അവർക്ക് വലിയ വേദനാജനകമായ ശിക്ഷയുണ്ടാകും എന്ന് അല്ലാഹു പറയുന്നു. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. നോക്കൂ ആ ആയത്ത് ഒന്നുകൂടി ഞാൻ പറയാം. വലാ തകൂനു, നിങ്ങളായി പോകരുത്, കല്ലദീന തഫറഖു വഖ്തലഫു, അഭിപ്രായക്കേടിലാവുകയും തഫറഖു ചിഹ്ന ഭിന്നമാവുകയും ചെയ്തു. ഒരസിലിൽ നിന്നും ഒരു പാരമ്പര്യത്തിൽ നിന്നും ഒരു പൈതൃകത്തിൽ നിന്നും മാറിയവരെ പോലെ നിങ്ങൾ ആകരുത്. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാം റാസി തങ്ങൾ തഫ്സീറുൽ കബീറിൽ പറയുന്നു, സാറു മിസ്ല മുബ്തദിഅതി ഹാദിഹിൽ ഉമ്മ. സാറു, നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ അതോ ഉറങ്ങുന്നുണ്ടോ? നിങ്ങൾ ഇങ്ങനെ ഏത്തമുക്കണിന്റെ ഇടയിൽ കേട്ടാൽ കാര്യം മനസ്സിലാവില്ല. നല്ലോണം ചിന്തിക്കണം. ചില ആളുകൾ നല്ല ഉറക്കത്തിലാണ്. നിങ്ങൾ ചിന്തിക്കുക, വളരെ വലിയ ഒരു കാര്യമാണ് ഈ പറയുന്നതെന്ന് മനസ്സിലാക്കുക. വളരെ ഇദാ ഖുരിഅൽ ഖുർആൻ ഫസ്തമിഉ എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഖുർആനാണ് പറയുന്നത്, അള്ളാന്റെ കലാമാണ് പറയുന്നത്. അത് കേട്ടാൽ ശ്രദ്ധിച്ചിരിക്കുക എന്നത് അതിൻ്റെ പ്രത്യേകമായ ആദാബിൽപ്പെട്ടതാണ്. ഇൽമിന്റെ സദസ്സിൽ വന്നാൽ ശൈത്താൻ നിങ്ങളുടെ ഓരോരുത്തരെയും മൂക്കിന് കയറിടും എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അതാണ് റസൂലുള്ളാഹി പറഞ്ഞു, ചില ആളുകൾ ഇങ്ങനെ വായ മേപ്പട്ടാക്കിയിരിക്കുന്നത് കണ്ടിട്ടില്ലേ, ചില ആളുകൾ കീപ്പട്ടാക്കിയിരിക്കുന്നത് കണ്ടിട്ടില്ലേ? അവിടെ ശൈത്താൻ അവന്റെ അവന്റെ അംഫിന്, അവന്റെ മൂക്കിന് നല്ല വട്ടക്കണ്ണി കയറ്റിയിട്ട് മേപ്പട്ടും കീപ്പട്ടും ആക്കുകയാണ് എന്ന് ഹബീബായ റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. വളരെ ശ്രദ്ധിക്കുക. നോക്കൂ നിങ്ങൾ, ഈ ആയത്ത് വെച്ചുകൊണ്ട് ലോക പ്രശസ്ത ഖുർആൻ പണ്ഡിതനായ ഇമാം റാസി റളിയല്ലാഹു അൻഹു, ഇന്റെ അഭിപ്രായം പറയല്ല, ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാം റാസി തങ്ങൾ പറയുന്നത്, നിങ്ങൾ അസിലിൽ നിന്ന് ഭിന്നിക്കരുത് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മിസ്ല മുബ്തദിഅതി ഹാദിഹിൽ ഉമ്മ, ഈ സമുദായത്തിന്റെ മുബ്തദിഈങ്ങൾ അവർ പാരമ്പര്യത്തെ അല്ല ആശ്രയിച്ചത്, പിന്നെ അവരുടെ ബുദ്ധിയെ ആണ്. അതുപോലെ നിങ്ങളാകരുത് എന്നർത്ഥം. അവർ അസാലത്തിൽ നിന്ന്, അടിസ്ഥാനത്തിൽ നിന്ന് അവർ മാറിപ്പോയി. അവർക്ക് സംഭവിച്ചത് എന്താണ്? അവര് അടിസ്ഥാനത്തിൽ നിൽക്കാൻ ശ്രമിക്കുകയല്ല ചെയ്തത്, അവരെ ബുദ്ധിയെ അവർ മാനദണ്ഡമാക്കി. ഈ മുബ്തദിഇനെ പോലെ ഈ ഉമ്മത്തിലെ മിസ്ല മുബ്തദിഅതി ഹാദിഹിൽ ഉമ്മ തഹത ഹാദിഹിൽ ആയ, ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാം റാസി റളിയല്ലാഹു അൻഹു അങ്ങനെ വിശദീകരിച്ചിട്ടുണ്ട്. നോക്കൂ, അൻആമിന്റെ 159ാമത്തെ വചനം. അവിടെയൊക്കെ എടുത്ത് തഫ്സീർ എടുത്ത് നോക്കൂ, അവിടെയൊക്കെ പോയിട്ട് എടുത്ത് നോക്കൂ. ആയത്തെ നമ്പർ എഴുതി വെച്ചോളൂ. റസൂലുള്ളാഹി പറയാൻ, ഇന്നല്ലദീന ഫറഖൂ ദീനഹും വകാനൂ ശിയഅൻ ലസ്ത മിൻഹും ഫീ ഷൈഇൻ ഇന്നമാ അംറുഹും ഇലല്ലാഹ് ثم ينبئهم بما كانوا يفعلون. സൂറത്തുൽ അൻആം 159.
ഇന്നല്ലദീന ഫറഖൂ ദീനഹും, മതത്തിനെ വ്യത്യസ്ത കക്ഷികളാക്കി ചിഹ്ന ഭിന്നമാക്കിയ വിഭാഗം, വകാനൂ ശിയഅൻ, അവർ വിവിധങ്ങളായ ശാഖകളും പാർട്ടികളുമായി മാറി, ലസ്ത മിൻഹും, അവരിൽ ഒരാളോട് പോലും അങ്ങേക്ക് ബന്ധമുണ്ടാകരുത്, അങ്ങേക്ക് ബന്ധമില്ല. നോക്ക് ഖുർആൻ പറയുന്നു, ഇന്നല്ലദീന ഫറഖൂ ദീനഹും വകാനൂ ശിയഅൻ ലസ്ത മിൻഹും. ഈ ആയത്ത് അൻആമിൽ 159 അഥവാ അസ്ലാകുന്ന ഈ പാരമ്പര്യത്തിന്റെയും ഈ പൈതൃകത്തിന്റെയും ഒരേ നുത്ഫത്ത്, ഒരേ സമുദായം, ഒരേ ശൈലിയിലെ പ്രവാചകന്മാർ, ഒന്നാകാവുന്ന അടിസ്ഥാന വാക്ക്. ഇവിടെ ഒരേ വിശദീകരണം, എല്ലാം ഒരേ കാര്യം. ഇവിടുന്ന് ആര് മാറിപ്പോയാലും ലസ്ത മിൻഹും, അങ്ങക്ക് ലസ്ത മിൻഹും ഫീ ശൈഇൻ, ഒരു കാര്യത്തിലും അവരിൽ ഒരാളോടും അങ്ങേക്ക് ബന്ധമില്ല. ഇന്നമാ അംറുഹും ഇലല്ലാഹ്, അവരെ കാര്യം അള്ളാഹു പിന്നീട് തീരുമാനിക്കും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് തഫ്സീർ റാസി തന്നെ ഖാല മുജാഹിദുൻ, ബഹുമാനപ്പെട്ട പ്രഗൽഭനായ താബിഈങ്ങളിലെ വളരെ പ്രഗൽഭനായ ഖുർആൻ പണ്ഡിതൻ ഇമാം മുജാഹിദ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഇന്നല്ലദീന ഫറഖൂ ദീനഹും മിൻ ഹാദിഹിൽ ഉമ്മ, ഈ സമുദായത്തിൽ ദീനിനെ വ്യത്യാസപ്പെടുത്തിയ വിഭിന്നങ്ങളായ അടിസ്ഥാന പൈതൃകവും പാരമ്പര്യവും കളഞ്ഞു കുളിച്ച ആളുകളുണ്ടല്ലോ, ഹും അഹ്ലുൽ ബിദ്അ വശുബുഹാത്ത്, ഹും അഹ്ലുൽ ബിദ്അ, അവർ ബിദ്അത്തിന്റെ ആളുകളാണ്. വഅലം, നീ മനസ്സിലാക്കുക, അന്നൽ മുറാദ മിനൽ ആയത്തി, ഈ പറഞ്ഞ ആയത്തിന്റെ ഉദ്ദേശം അൽ ഹസ്സു അലാ അൻ തകൂന കലിമത്തുൽ മുസ്ലിമീന വാഹിദ, അൽ ഹസ്സു പ്രേരണയാണ്, അലാ അൻ തകൂന കലിമത്തുൽ മുസ്ലിമീന, അലാ അൻ തകൂന കലിമത്തുൽ മുസ്ലിമീന വാഹിദതൻ, മുസ്ലിമീങ്ങളുടെ വചനം എക്കാലത്തും ഒന്നായിരിക്കണം. മുസ്ലിമീങ്ങൾ എപ്പോഴും ഒരേ പൈതൃകത്തിലും പാരമ്പര്യത്തിലും ഒരൊറ്റ കാര്യത്തിന്റെ കീഴിലും നിലകൊണ്ടിരിക്കണം, ഒരടിസ്ഥാനത്തിന്റെ കീഴിൽ, ഒരസ്തിത്വത്തിന്റെ കീഴിൽ നിലനിൽക്കണം. ഞാൻ വിശദീകരിക്കുന്നില്ല മുഅ്മിനീങ്ങളെ, ബുഖാരിയിലും മുസ്ലിമിലും ഒക്കെ ഖിയാമത്ത് നാളിനെ വിശദീകരിക്കുന്ന ഹദീസ് കാണാം. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു പറയുന്നു, എല്ലാവരും ഹബീബായ റസൂലുള്ളാഹിനോട് ഖൈറിനെ പറ്റി ചോദിച്ചു. ഞാൻ കണ്ടാൽ ഷർറിനെ പറ്റി ചോദിക്കും, നബിയെ ഷർറ് ഷർറ്, എന്തായിരിക്കും ഷർറ്? ഹബീബായ റസൂലുള്ളാഹി പറഞ്ഞു, കൽ ഹസീരി ഊദൻ ഊദാ, വളരെ മടക്കിയെടുക്കപ്പെടുന്ന ഒരു വിരിപ്പിനെ പോലെയാകും അത് നിങ്ങളിലേക്ക് കടന്നു വരിക. അങ്ങനെ മടക്ക് നീർത്തി വരും. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അങ്ങനെ ആ വിശദീകരമായ കാര്യം റസൂലുള്ള പറഞ്ഞപ്പോ ഞാൻ ചോദിച്ചു, നബിയെ അക്കാലത്ത് ഞങ്ങൾ എന്തു ചെയ്യണം? അപ്പൊ റസൂലുള്ള പറഞ്ഞു, അലൈക്കും ബിൽ ജമാഅ, ഇസ്ലാമിക ജമാഅത്ത് എന്ന ആ അടിസ്ഥാനത്തിൽ നിങ്ങൾ പിടിച്ചു നിൽക്കണം. ഇസ്ലാമിക ഉമ്മത്തിന്റെ അസ്തിത്വത്തിൽ നിങ്ങൾ പിടിച്ചു നിൽക്കണം. കാല മുജാഹിദുൻ അന്നൽ മുറാദ മിനൽ ആയ, ഈ ആയത്തിന്റെ ഉദ്ദേശം അൽ ഹസ്സു അലാ അൻ തകൂന കലിമത്തുൽ മുസ്ലിമീന വാഹിദ, മുസ്ലിമീങ്ങളുടെ വചനം എന്നും ഒന്നായിരിക്കണം. വഅല്ലാ യതഫറഖു ഫിദ്ദീനി വലാ യബ്തദഉൽ ബിദ്അ, അവർ ബിദ്അത്തിന്റെ ആളുകളാകാൻ പാടില്ല, അവരൊറ്റ പൈതൃകത്തിലും ഒരടിസ്ഥാനത്തിലും നിലകൊള്ളണം എന്നാണ് ഈ പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്ന് ബഹുമാനപ്പെട്ട ഇമാം മുജാഹിദ് തങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് മഹാനായ ഇമാം റാസി റളിയല്ലാഹു അൻഹു തഫ്സീറുൽ കബീർ രേഖപ്പെടുത്തി. ഇനി വേറൊരു ആയത്ത് പറഞ്ഞുതരാം. സൂറത്തുൻ നിസാ 115, വമൻ യുശാഖിഖിർ റസൂൽ മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ വയത്തബിഅ ഗൈറ സബീലിൽ മുഅ്മിനീൻ നുവല്ലിഹി മാ തവല്ലാ വനുസ്ലിഹി ജഹന്നം വസാഅത് മസീറാ. ഓക്കേ, ആ ആയത്തൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. എന്താ അല്ലാഹു പറയുന്നത്? ومن يشاقق الرسول من بعد ما تبين له الهدى, പിന്നെന്താ പറഞ്ഞത്? ويتبع غير سبيل المؤمنين. സത്യം വ്യക്തമായതിനു ശേഷവും ഒരാൾ ഹബീബായ നബിയോട് എതിർ ചെയ്തു. എങ്ങനെയാണ് ആ എതിർ ചെയ്യൽ? ആ എതിർ ചെയ്യലിന്റെ മറ്റൊരു നിലക്കുള്ള വിശദീകരണമാണ് മുഅ്മിനീങ്ങൾക്ക് ഒരു വഴിയുണ്ട്, മുഅ്മിനീങ്ങൾക്ക് ഒരു മാർഗമുണ്ട്. ആ മാർഗത്തെ നോക്കൂ ഇങ്ങോട്ട് ശരിക്കും അയാൾ ഇത്തിബായ് ചെയ്തു. ഇത്തിബായിന് അർത്ഥം ഞാൻ ഇപ്പൊ ഇത്തിബായിനാ പറയണത്, ഇനി നമുക്ക് അർത്ഥം പഠിക്കാം. ഇത്തിബായിനൊന്നും അർത്ഥം പഠിക്കാണ്ട് അയാൾ ഇത്തിബായ് ചെയ്തു. എന്തിനെ ഇത്തിബായ് ചെയ്തു? ഗൈറ സബീലിൽ മുഅ്മിനീൻ. പിന്നെ എന്താ ചെയ്യേണ്ടത്? ഗൈറു സബീലിൽ മുഅ്മിനീനെ ഇത്തിബായ് ചെയ്യാൻ പാടില്ല. പിന്നെ എന്തു ചെയ്യണം? സബീലുൽ മുഅ്മിനീനെ
ഇത്തിബായ് ചെയ്യണം, അപ്പോഴേ ദീൻ ഉണ്ടാവുള്ളൂ. നോക്കൂ, അതിനെ ഒന്നും കൂടി വിശദീകരണം പറയാം. ഏതുപോലെ? വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ വല്ലദീന തബഊഹും ബിഇഹ്സാൻ റളിയല്ലാഹു അൻഹും വറളൂ അൻ. നോക്ക്. അപ്പോ വൈറു സബീലിൽ മുഅ്മിനീന ഇത്തിബായ് ചെയ്യുക, സബീലുൽ മുഅ്മിനീന ഇത്തിബായ് ചെയ്യുക. രണ്ട് ഇത്തിബായാണ് ഇവിടെ നമ്മൾ കണ്ടത്. വൈറു സബീലിൽ മുഅ്മിനീന ഇത്തിബായ് ചെയ്താൽ എന്തുണ്ടാകും? വനുസ്രിഹി ജഹന്നം വസഅത് മസീറ, നരകത്തിൽ പോകും. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. സബീലുൽ മുഅ്മിനീന ഇത്തിബായ് ചെയ്താലോ റളിയല്ലാഹു അൻഹും വറളൂ അൻ. ശരി, ഇത്തിബായ് ചെയ്യുക എന്നാൽ എന്തിനാ ഈ ഇത്തിബായ് എന്ന് പറയാ? ഇത്തിബായ് എന്നാൽ മറ്റൊരാളുടെ പ്രവർത്തനത്തോട് നമ്മുടെ പ്രവർത്തനത്തിന്റെ തവാഫുക്ക് മുവാഫഖത്ത് അല്ല. മനസ്സിലായില്ല? വേറൊരാളുടെ പണി പോലെയായി നമ്മളെ പണിയും എന്നതിനല്ല ഇത്തിബായ് എന്ന് പറയുന്നത്. നോക്കൂ നിങ്ങൾ, ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ആ ആയത്ത് അവിടെ നിന്ന് കാണാം. ബഹുമാനപ്പെട്ട ഇമാം റാസി റളിയല്ലാഹു അൻഹു തഫ്സീറുൽ കബീറിൽ പറയുന്നു, വറുവിയ അന്ന ശാഫിഈ റളിയല്ലാഹു അൻഹു സുഇല അൻ ആയത്തിൻ ഫീ കിതാബില്ലാഹി തദുല്ലു അലാ അന്നൽ ഇജ്മാഅ ഹുജ്ജ. ഇജ്മാ ദീനിൽ തെളിവാണ് എന്നതിന് ഒരായത്ത് ബഹുമാനപ്പെട്ട ഇമാം ഷാഫിഈ തങ്ങളോട് ചോദിക്കപ്പെട്ടു. മനസ്സിലാക്കണേ, ഏതായത്തിന്റെ വിശദീകരണം പറയുന്നത്? സൂറത്തുൻ നിസാ 115. ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ഇമാം റാസി തങ്ങൾ പറയാണ്, സുഇല അൻ ആയത്തിൻ ഫീ കിതാബില്ലാഹി തദുല്ലു അലാ അന്നൽ ഇജ്മാഅ ഹുജ്ജ. ഇജ്മാ ദീനിൽ തെളിവാണ് എന്നതിന് ഒരു തെളിവ് പറഞ്ഞു തരൂ, ഖുർആനിൽ ആയത്ത് കാണിച്ചു തരൂ എന്ന് ഇമാം ഷാഫിഈ തങ്ങളോട് ചോദിക്കപ്പെട്ടു. ഫഖറഅൽ ഖുർആന 300 മറ. അങ്ങനെ അവിടുന്ന് 300 പ്രാവശ്യം ഖുർആൻ ഓതി. ഹത്താ വജദ ഹാദിഹിൽ ആയ. അങ്ങനെ അവിടുന്ന് എത്തിച്ചേർന്നത് ഈ ആയത്തിലാണ്. വതഖീറുൽ ഇസ്തിദ്ലാലി അന്നത്തിബാഅ വൈരി സബീലിൽ മുഅ്മിനീന ഹറാമുൻ. മുഅ്മിനീങ്ങൾക്കൊരു വഴി എന്ന് പറഞ്ഞാൽ അന്നുണ്ടാക്കിയ വഴിയല്ല. ആ വഴി ഫിത്രത്തുല്ലാഹി അല്ലതി ഫതറന്നാസ അലൈഹ. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ ഇന്ന് വരെ ഈമാന്റെയോ തൗഹീദിന്റെയോ വ്യാഖ്യാനത്തിൽ ലോകത്ത് ഒരു നബിക്ക് ഇന്ന് നമ്മുടെ വീക്ഷണവുമായി ഒരു തർക്കമുണ്ടായിരുന്നു എന്ന് ലോകത്ത് ആർക്കും കാണിക്കുക സാധ്യമല്ല. നടപ്പുള്ള കാര്യമല്ല, അത് നടക്കണ കാര്യമല്ല, അത് നടക്കാനും പാടില്ല. ലോക ചരിത്രത്തിലെ ഏതെങ്കിലും ഒരു പ്രവാചകന് ഇന്ന് വരെ കടന്നുപോയ ഏതെങ്കിലും ഒരു നബിക്ക് അലൈഹിസ്സലാത്തു വസ്സലാം ഏതെങ്കിലും അള്ളാഹു പറഞ്ഞതോ അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട തഫാസീറുകൾ പരിചയപ്പെടുത്തുകയോ ചെയ്ത ഏതെങ്കിലും കാലത്തെ ഏതെങ്കിലും ഒരു പ്രവാചകന് ഇത് തമാശയോ? എന്താ ഈ പറയുന്നത്? ഇത് തമാശയായ കാര്യമാണോ സമുദായമേ? ഇത് തമാശയാണോ ഈ പറയുന്നത്? ലോക ചരിത്രത്തിൽ ഇസ്ലാമിയത്തിന് 10,000-ലേറെ വർഷത്തിന്റെ പഴക്കമുണ്ട്. ആധുനിക മനുഷ്യലോകത്തിന് 10,000-ലേറെ കാലത്തിന്റെ ചരിത്രമുണ്ട്. അതിൽ ഏകദേശം 9,000-ഓളം അടുക്കുന്ന വർഷം അംബിയായിന്റെ കാലഘട്ടമാണ്. ബഹുമാനപ്പെട്ട ആദം നബി അലൈഹിസ്സലാം മുതൽ ഹബീബായ മുഹമ്മദ് മുസ്തഫ. ഈ കാലഘട്ടത്തിൽ വന്ന ഏതെങ്കിലും ഒരു സൊസൈറ്റിയിൽ അറിയപ്പെട്ടതോ അറിയപ്പെടാത്തതോ ആയ ഏതെങ്കിലും ഒരു സൊസൈറ്റിയിലെ ഒരു പ്രവാചകന് ഇന്ന് നമ്മൾ വ്യാഖ്യാനിക്കുന്ന തൗഹീദിന് ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഇന്നാലിന്ന ഒരു വീക്ഷണവും ഒരു പുതുവ്യാഖ്യാനവും ഒരു അഭിപ്രായക്കേടും ഉണ്ടായിരുന്നു എന്ന് ലോകത്ത് ഒട്ടകത്തിന്റെ തല സൂചിയുടെ ദ്വാരത്തിൽ കേരള സുഖകരമായാൽ പോലും അത് നടക്കുകയില്ല. അത് നടക്കാത്ത കാര്യമാണ്. ഒരു കാലത്തും അങ്ങനെ ഒരു വ്യാഖ്യാനം കണ്ടെടുക്കാൻ ആർക്കും സാധ്യമല്ല. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. നോക്കൂ നിങ്ങൾ, ഇവിടെ പറഞ്ഞുകൊണ്ട് വതഖരീറുൽ ഇസ്തിദ്ലാലി അന്നത്തിബാഅ വൈരി സബീലിൽ മുഅ്മിനീന ഹറാമുൻ. മുഅ്മിനീങ്ങളെ മാർഗ്ഗത്തിൽ നിന്ന് തെറ്റുക എന്നത് അടിസ്ഥാന മാർഗ്ഗത്തിൽ നിന്ന് തെറ്റൽ ഹറാമാണ്. ഫവജബ, അപ്പോൾ നിർബന്ധമായി അയ്യകൂന ഇത്തിബാഉൽ മുസ്ലിമീന മുഅ്മിനീന വാജിബൻ വ അയ്യകൂന ഇത്തിബാഉ സബീലിൽ മുഅ്മിനീന വാജിബൻ. മുഅ്മിനീങ്ങളെ മാർഗ്ഗം പിൻപറ്റൽ നിർബന്ധമാണ്. നോക്കൂ, അൽ ഇത്തിബാഉ, ശ്രദ്ധിക്കുക, അൽ ഇത്തിബാഉ. ചില ആളുകളൊക്കെ പറയും അന്ധമായി അനുകരിക്കൽ. അന്ധമായി അനുകരിക്കൽ തന്നെ എന്ത് പറയാ? ഇത്തിബാഅ്. ഇത്തിബാഅ് എന്നാൽ ലൈസ ഇബാറതൻ അനിൽ ഇത്തിയാനി ബിമിസ്ലി ഫിഅലിൽ ഗൈരി.
വേറൊരാളുടെ പണി നമ്മൾ ചെയ്യലിനല്ല ഇത്തിബാ എന്ന് പറയുന്നത്. മനസ്സിലായില്ല. അൽ ഇത്തിബാഉ ലൈസ ഇബാറതൻ അനിൽ ഇത്യാനി ബിമിസ്ലി ഫിഅലിൽ ഗൈരി. വേറൊരാളുടെ പണി നമ്മൾ എടുക്കുക എന്നതിനല്ല ഇത്തിബാ എന്ന് പറയുന്നത്. പിന്നെയോ ബലിൽ ഇത്തിബാഉ ഇബാറത്തുൻ അനിൽ ഇത്യാനി ബിമിസ്ലി ഫിഅലിൽ ഗൈരി ലിഅജലി അന്നഹു ഫിഅലുൽ ഗൈരി. വേറെ ആൾ ഇന്ന ആൾ ഈ പണി എടുത്തിരിക്കുന്നു എന്ന നിലക്ക് ഞാൻ ആ പണി എടുക്കുന്നു എന്നതിനാണ് ഇത്തിബാ എന്ന് പറയുന്നത്. മനസ്സിലായില്ല. അഥവാ ഈ പ്രവർത്തനത്തിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത് അയാളെ പിൻപറ്റലാണ്. ആ പണി കൊണ്ടുവരലിലൂടെ കേവലം ആ ഏർപ്പാട് നമ്മളും തുടങ്ങുക എന്നതല്ല, ആ ഏർപ്പാട് നമ്മളും ചെയ്യുക എന്നതല്ല. പിന്നെയോ ബിമിസ്ലി അൽ ഇത്യാൻ ബിമിസ്ലി ഫിഅലിൽ ഗൈരി. വേറൊരാളെ പണിയെ കൊണ്ടുവരിക ലിഅജലി അന്നഹു ഫിഅലുൽ ഗൈരി. അത് ഇന്ന ആളുടെ പ്രവർത്തനമാണ് എന്ന വീക്ഷണത്തിലൂടെ. ഒരു കാര്യം കൂടി വിശദീകരിക്കുക. വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ വല്ലദീന തഫഖൂനല്ല. അവരോട് നിങ്ങൾ ഇത്തിഫാക്കലായാ പോരാ, അവരെ പണിയോട് നിങ്ങളെ പണി ഇത്തിഫാക്കൽ യോജിച്ചാ പോരാ. പിന്നെയോ വല്ലദീന തബഊഹും, ഞങ്ങൾ ഈ എടുക്കുന്ന പണി അല്ലെങ്കിൽ അതിന്റെ അസ്ല് അവർ അംഗീകരിച്ചിരിക്കുന്നു എന്ന വീക്ഷണപ്രകാരം അവരോട് യോജിക്കുക. ഇതിനാണ് ഈ പ്രവർത്തനം എന്ന് പറയുന്നത്. അതിനാണ് ഇത്തിബാ എന്ന് പറയുക. അഥവാ മുൻഗാമികളെ ആസ്പദിക്കുക എന്നത് പിൻഗാമികൾക്ക് വാജിബാണ്. ആ ഇത്തിബാ കയ്യിൽ നിന്ന് പോയാൽ ഇത് കേവലം ഫുറൂഇയാത്തല്ല. ഫുറൂഇയാത്തിൽ എല്ലാ കാലത്തും മുസ്ലിം ഉമ്മത്തിന് തർക്കമുണ്ടായിട്ടുണ്ട്. ഇത് അസ്വാലത്തൻ കാര്യങ്ങളാണ്. ഇത് ശറഇന്റെ അടിസ്ഥാനമാണ്, തൗഹീദാണ് ഈ വിശദീകരിക്കുന്നത്. അല്ലാഹു നാഫിയായ ഇൽമിനെ തരുമാറാകട്ടെ. നോക്കൂ നിങ്ങൾ അവിടെ തന്നെയാണല്ലോ മുൻഗാമികളും പിൻഗാമികളും അള്ളാഹുവിന്റെ ദീൻ അംഗീകരിച്ചവരും അംഗീകരിക്കാത്തവരും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ നോക്കൂ. സൂറത്തുൻ നഹ്ലിന്റെ 24-ാമത്തെ ആയത്ത് എന്താ പറയുന്നത്? നോക്കൂ, വളരെ ചിന്തിക്കണം. ബഹുമാനപ്പെട്ട ദീൻ എന്ന് പറഞ്ഞാൽ സത്യത്തിൽ മുൻഗാമികളുടെ അതേ തൗഹീദ് വിശദീകരിക്കുകയും ഖുർആൻ, അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ, അള്ളാഹു ആ ഖുർആന്റെ ഇൽമ നമുക്ക് ഇറക്കി തരുമാറാകട്ടെ. നമ്മുടെ ഖൽബിലേക്ക് അള്ളാഹു തആല ഇട്ടു തരട്ടെ. നോക്കൂ, ശ്രദ്ധിക്കുക പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ. ഖുർആൻ എന്നാൽ എന്താ? ഒന്ന്, മുൻഗാമികളുടെ അതേ തൗഹീദ് വിശദീകരിക്കുക. ആ തൗഹീദിന്റെ മാർഗത്തിൽ നിന്നപ്പോൾ അവർ നേടിയ നേട്ടത്തെ വിശദീകരിക്കുക. ആ തൗഹീദിനെയും ഏകകമായ മാർഗത്തിൽ നിന്നും അവർ മാറിയപ്പോൾ അവർക്കുണ്ടായ ചരിത്രങ്ങൾ, കെടുതികൾ, നാശങ്ങൾ ഇത് പറയുക. ഇതാണല്ലോ എന്ത്? ഖുർആൻ. ഈ ഖുർആൻ അവരിലേക്ക് ഓതി കേൾപ്പിക്കപ്പെട്ടപ്പോൾ അവര് പറഞ്ഞു എന്ത്? നോക്കൂ നിങ്ങൾ, എന്ത് പറഞ്ഞു? വഇദാ ഖീല ലഹും, അവരോട് പറയപ്പെട്ടാൽ മാദാ അൻസല റബ്ബുക്കും, എന്താ നിങ്ങളെ റബ്ബ് ഇറക്കിയിട്ടുള്ളത് എന്ന് അവരോടെങ്ങാനും ചോദിക്കപ്പെട്ടാൽ, ഒരാളോട് ചോദിച്ചാൽ അല്ലെങ്കിൽ ഒരു മുശ്രിക്കിനോട് ചോദിക്കപ്പെട്ടാൽ ഖാലു, അവര് പറയും അസാതീറുൽ അവ്വലീന, അത് പഴയ കാലത്തെ ആളുകളുടെ കെട്ടുകഥയാണ്. അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനെ കുറിച്ച് പഴയ കാലത്തെ ആളുകളുടെ കെട്ടുകഥകൾ എന്നാണ് ഈ മക്കാ മുശ്രിക്കീങ്ങൾ വിശേഷിപ്പിച്ചതായി വിശുദ്ധ ഖുർആൻ നഹ്ലിന്റെ 24-ാമത്തെ ആയത്തിൽ പറഞ്ഞത്. നല്ലോണം ചിന്തിക്കണം. വഇദാ ഖീല ലഹും മാദാ അൻസല റബ്ബുക്കും, അങ്ങനെ പറയാൻ വേറെയും കാരണമുണ്ട്. എന്തുകൊണ്ട്? മുൻഗാമികളെ കുറിച്ചുള്ള ചടുലമായ പരാമർശങ്ങളുണ്ട് വിശുദ്ധ ഖുർആനിൽ. മുൻഗാമികളുടെ ചരിത്രങ്ങൾ, തൗഹീദിന്റെ മാർഗത്തിൽ നിന്നപ്പോഴുണ്ടായ നേട്ടങ്ങൾ, അവിടുന്ന് മാറിയപ്പോഴുണ്ടായ കോട്ടങ്ങൾ എന്നിങ്ങനെ ബലിഷ്ഠമായ വിധത്തിൽ പഴയ കാലഘട്ടത്തിന്റെ ചരിത്രങ്ങൾ ശക്തമായും ഗഹനമായും ഓർമ്മപ്പെടുത്തുന്ന വിശുദ്ധ ഖുർആൻ. ആ വിശുദ്ധ ഖുർആനെ കുറിച്ച് അവരോട് ചോദിക്കപ്പെട്ടാൽ അവര് പറയും, ഇവിടെ പറഞ്ഞത് മുഹമ്മദ് നബി കെട്ടിണ്ടാക്കിയെന്നല്ല, അതവര് വേറെ പറയുന്നുണ്ട്. പക്ഷെ ഇങ്ങനെ ഒരു കാര്യം അവരെ പറയാൻ പ്രേരിപ്പിച്ചത് മുൻഗാമികളോടുള്ള ആ ബന്ധത്തിന്റെ അസ്തിത്വമാർന്ന കഥകൾ വിശുദ്ധ ഖുർആൻ എടുത്തു ധരിക്കുകയും ചെയ്യുമ്പോൾ അവര് പറയുന്നു അത് അസാതീറുൽ അവ്വലീന, അത് പഴയ കാലഘട്ടത്തിന്റെ കെട്ടുകഥയാണ്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. നോക്കൂ നിങ്ങൾ മുഅ്മിനീങ്ങളെ, വളരെ ചിന്തിക്കുക, ഉറങ്ങേണ്ടവന്ന് ഉറക്കാമീൻ പറയും. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. നോക്ക്, മക്കാ മുശ്രിക്കീങ്ങൾ ഖുർആൻ തന്നെ പഴയവരുടെ കെട്ടുകഥയാണെന്ന് പറഞ്ഞു. എന്നാൽ ഖുർആനെ പറഞ്ഞിട്ടില്ല എങ്കിലും
അന്ന് മുതൽ ഇന്ന് വരെയുള്ള മുബത്തദിഈങ്ങൾ വിശുദ്ധ ഖുർആന്റെ പഴയകാല സമീപനങ്ങളെ കെട്ടുകഥകളാണ് എന്ന് പറഞ്ഞവരാണ്. ഞാനൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളെ നോക്കൂ. നിങ്ങൾ ഈ ഇതിലാണ് പോയാൽ മതി. IPH ബുക്ക് സ്റ്റാൾ ഉണ്ട്, ജമാഅത്തെ ഇസ്ലാമി ലഘു പരിചയം, ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന്, പേജ് 114. ശ്രദ്ധിക്കുക, ജമാഅത്തെ ഇസ്ലാമി ലഘു പരിചയം, ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്നിന്റെ പുസ്തകം. എന്താ പറയുന്നത്? നോക്കൂ നോക്കൂ നോക്കൂ. മറ്റവര് പറഞ്ഞു, മക്കാ മുശ്രിക്കീങ്ങൾ പറഞ്ഞു ഇത് പൗരാണികരുടെ കെട്ടുകഥ. പൗരാണികരുടെ കെട്ടുകഥ എന്ന് പറഞ്ഞാൽ അതിന് മാന എന്താണെന്നറിയോ? ഞങ്ങൾ കുറച്ച് ലേറ്റസ്റ്റ് കൗമ, അവരെ സംബന്ധിച്ചിടത്തോളം ലേറ്റസ്റ്റ് ആധുനികർ ആരാ? എന്താണ് ഉറങ്ങുന്നത്? മക്കാ മുശ്രിക്കീങ്ങളുടെ കാലത്തെ ലേറ്റസ്റ്റ് ആളുകൾ ആരാ? അവരാ. മനസ്സിലായില്ല? നമുക്ക് ഈ ആധുനികത്വം എന്ന് പറഞ്ഞ വാക്ക് ആപേക്ഷികമാണ്. ഇന്ന് എത്രാം തീയതി? 2005 എത്ര? മാർച്ച് 17 അല്ലെ? 2005 മാർച്ച് 17. ഇതിനാണല്ലോ ഇപ്പൊ നമ്മൾ ഏറ്റവും വലിയ ആധുനികത എന്ന് പറയുന്നത്. അങ്ങനെ തന്നെയല്ലേ പറയാ? ശരി, 10 കൊല്ലം കഴിഞ്ഞാൽ ഇത് പൗരാണികതയാണ്. അങ്ങനെ തന്നെയല്ലേ? അങ്ങനെ തന്നെയല്ലേ? ആധുനിക സാഹിത്യം എന്ന് പറഞ്ഞിരുന്ന ഒരു കാലത്ത് 70 കാലഘട്ടങ്ങളിൽ ഭരതനും അടൂരുമൊക്കെ കടന്നു വന്ന കാലത്ത്, അടൂര്, ഭരതന്, വിജയനൊക്കെ കടന്നു വന്ന പത്മരാജനെ പോലത്തെ ആളുകളൊക്കെ മലയാള സാഹിത്യത്തിൽ വന്ന അക്കാലത്ത് ആധുനിക സാഹിത്യം എന്ന് പറഞ്ഞൊരു കാലം ഉണ്ടായിരുന്നു. പിന്നീട് അവരൗട്ടായി. പിന്നീട് ഉത്തരാധുനികത്വം എന്ന് അപ്പൊ പറയുന്നത്. ഇപ്പൊ ഉത്തരാധുനികത്വം സാഹിത്യകാരന്മാർക്ക് പറയാൻ വയ്യ, കാരണം അതും കഴിഞ്ഞു. 990, 2000 കാലം, ആ കാലം വരെയൊക്കെ സാഹിത്യത്തിന് ഉത്തരാധുനികത്വം എന്ന് പറഞ്ഞിരുന്നു. ഇപ്പൊ പുതിയ വാക്ക് കണ്ടുപിടിക്കണം. മനസ്സിലായില്ല? കാരണം ആ ഉത്തരാധുനികത്വം ഇപ്പൊ എന്താണ്? പൗരാണികങ്ങൾ. മനസ്സിലാക്കുന്നുണ്ടോ? ആ സൊസൈറ്റിയുടെ ലേറ്റസ്റ്റ് ആണല്ലോ അവർക്ക് ആധുനികത്വം. അവര് കാലു അസാതീറുൽ അവ്വലീൻ. എന്താ അതിന്റെ അർത്ഥം? കാലു അസാതീറുൽ അവ്വലീൻ. ഇത് എക്സ്പയർ ആയ ചരിത്രങ്ങളാണ്, ഞങ്ങൾ ലേറ്റസ്റ്റ് സമുദായമാണ്, ഞങ്ങൾക്ക് ഇതൊന്നും പോരാ. ഖുർആനെ തന്നെ പഴഞ്ചനെന്നും പൗരാണികത്വം എന്നും പറഞ്ഞു മക്കാ മുശ്രിക്കീങ്ങൾ. എന്നാൽ ഖുർആന്റെ പേരിൽ നിലകൊള്ളുന്നവർക്ക് അങ്ങനെ പറയുക സാധ്യമല്ല. അവരെന്ത് പറഞ്ഞു എന്നറിയോ? ഖുർആനിന്റെയും സുന്നത്തിന്റെയും പഠനമാണ് എല്ലാറ്റിനേക്കാളും മുൻഗണന അർഹിക്കുന്നത്. ഷെയ്ഖ് പറയാൻ ഏതോ ഷെയ്ഖല്ല, കാരക്കുന്ന്. എന്താ പറയണത്? ഖുർആനിന്റെയും സുന്നത്തിന്റെയും പഠനമാണ് എല്ലാത്തിനേക്കാളും മുൻഗണന അർഹിക്കുന്നത്. പക്ഷേ അവ പഠിപ്പിക്കുന്നത് തഫ്സീറിന്റെയും ഹദീസിന്റെയും പുരാതന ഗ്രന്ഥശേഖരം കൊണ്ടാവരുത്. ശ്രദ്ധിച്ചോ നിങ്ങൾ? എന്താ പറഞ്ഞ വാക്കിന്റെ അർത്ഥം? അഥവാ ഖുർആൻ ഞങ്ങൾ നേർക്കുനേരെ മനസ്സിലാക്കും. ഖുർആന്റെ തഫാസീറുകളും ഹദീസുകളുമായി ഇന്ന് മുസ്ലിം ഉമ്മത്തിന്റെ കയ്യിൽ കിടക്കുന്നൊക്കെ അസാതീറുൽ അവ്വലീൻ. മനസ്സിലായില്ല? നല്ലോണം ചിന്തിക്ക്. അത് ആ പാരമ്പര്യത്തെ അസാതീറുൽ അവ്വലീൻ എന്നിവർ പറഞ്ഞു. മറ്റവര് പറഞ്ഞു ഖുർആൻ തന്നെ അസാതീറുൽ അവ്വലാണ്. ഇവർക്ക് ഖുർആന്റെ പേരിൽ നിലനിൽക്കുമ്പോൾ ഖുർആൻ അസാതീറുൽ അവ്വലീൻ എന്ന് പറയുക നിർവാഹമില്ല. അപ്പൊ അവരെന്ത് പറഞ്ഞു? ഇവിടെ തന്നെ ഉണ്ട്, ഇവിടെ ഉണ്ട് IPH പുസ്തകം, ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്നിന്റെ ജമാഅത്തെ ഇസ്ലാമി ലഘു പരിചയം, ആധികാരിക പുസ്തകം. ആരോ യവനോ എഴുതിയതല്ല. ജമാഅത്തെ ഇസ്ലാമി ലഘു പരിചയം എന്ന് ജമാഅത്തെ ഇസ്ലാമിയുടെ മുജദ്ദിദുൽ ഉമ്മ എന്ന് പറയുന്ന, ഇന്നത്തെ മുജദ്ദിദുൽ ഉമ്മ എന്ന് അവര് പറയുന്ന ബഹുമാനപ്പെട്ട ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന്, ഞാൻ പ്രതിപക്ഷ ബഹുമാനം കൊണ്ട് പറയാണ്. ഏതായാലും അയാളുടെ പുസ്തകമാണ്. എന്താ അയാൾ പറയണത്? നോക്കൂ, ചിന്തിക്കൂ. നിങ്ങൾ ചിന്തിക്ക്. ഇവർക്ക് ഇവരത് പറയാൻ പ്രേരിപ്പിച്ചത് ആ പൗരാണികവും പാരമ്പര്യവുമായ വഹദത്തിന്റെ ബെൽറ്റിൽ നിന്ന് അവര് പുറത്തുപോയി. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. നോക്ക്, ഖുർആനിന്റെയും സുന്നത്തിന്റെയും പഠനമാണ്. നോക്കൂ, കേട്ടാൽ തോന്നും ഒരു വലിയ പഠിപ്പിക്കണം താല്പര്യമാണ്. എന്താ അവരെ താല്പര്യം? ഖുർആനിന്റെയും സുന്നത്തിന്റെയും പഠനമാണ് എല്ലാറ്റിനേക്കാളും മുൻഗണന അർഹിക്കുന്നത്. പക്ഷേ അവ പഠിപ്പിക്കുന്നത് തഫ്സീറിന്റെയും ഹദീസിന്റെയും പുരാതന ഗ്രന്ഥശേഖരം കൊണ്ടാവരുത്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. തന്നെ അവരൊക്കെ ഉള്ളിലിരിപ്പ് ഒരു ബെൽറ്റിലാ.
വകാനൂ ശിയഅൻ ലസ്ത മിൻഹും. ആ ആയത്തിന്റെ തഫ്സീറിൽ ഞങ്ങളോട് പറയാൻ മറന്നുപോയതാണ്. ആ ആയത്തിന്റെ തഫ്സീറിൽ ഇബ്നു ജരീർ അത്ത്-തുബരി റളിയല്ലാഹു അൻഹു തഫ്സീർ അത്ത്-തുബരിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്, അല്ലാഹുവിന്റെ ഹബീബ് ഈ പറഞ്ഞിട്ടുള്ളത് ഈ ഉമ്മത്തിൽ ഖിയാമത്ത് നാൾ വരെ വരാനുള്ള ബിദ്അത്തിന്റെ അഹ്ലുകാരെ കുറിച്ചാണ്. അല്ലാഹു നബിയോട് പറഞ്ഞു, ലസ്ത മിൻഹും ഫീ ഷൈഇൻ, അവരോട് ഒരു കാര്യത്തിലും അങ്ങേക്ക് ബന്ധമില്ല എന്ന്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ.